സർവസംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. 56-ാമത്തെ പദ്യം മുതലാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. പദ്യം വായിക്കാം. ഞായേറി വീഴ്ന്നെന്നടാത്തുകിലൻ ஞானிக்கு பேயாம் ஜகம் பழித்தன் பேணுகிலன் தோயார் பெருமை சிறுமையிலை பின்னு முன்னுமில்லை வரைபற்று வேண்டிய செய்வாർ. നായേറി വീഴ്ന്നെന്ന, വീഴ്ന്നെൻ എന്ന് പറഞ്ഞാൽ ഒരാള് പട്ടിയുടെ പുറത്ത് കയറി സവാരി ചെയ്യാൻ ആഗ്രഹിച്ചു. മനുഷ്യൻ നായയുടെ പുറത്ത് കയറാൻ പാടില്ല എന്നാണ്. കുതിരപ്പുറത്ത് കയറാം, ആനപ്പുറത്ത് കയറാം, പട്ടിയുടെ പുറത്ത് മനുഷ്യൻ സവാരി ചെയ്യാറില്ല. ഒരാള് ഈ പട്ടിയുടെ പുറത്ത് കയറി പട്ടി ഇയാളെ കൊണ്ട് ഓടുകയാണ്. വലിയ പട്ടിയാണെന്ന് വിചാരിച്ചോളൂ, അൽസേഷ്യൻ പോലെയുള്ള, അല്ലെ നമ്മുടെ തെരുവ് നായ്ക്കളല്ല. നായയുടെ പുറത്ത് കയറി ഇയാൾ സവാരി ചെയ്തു, വീഴാതെ സവാരി ചെയ്തു. അതിൽ അഭിമാനിക്കാൻ വല്ലതുണ്ടോ? ഞാൻ വീടില്ല, നായയുടെ പുറത്ത് കയറി ഇത്രയും ദൂരം സവാരി ചെയ്തിട്ട് ഞാൻ വീഴാതെ ഫസ്റ്റ് വന്നു. വേറൊരാള് പകുതിയിൽ വീണുപോയി, അയാൾക്ക് നാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമത് പട്ടിയുടെ പുറത്ത് കയറുന്നത് മോശം. അപ്പൊ ഒരാൾ വിജയകരമായിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തി, ആ പന്തയത്തിൽ ഒന്നാമനായി, മറ്റേയാള് പകുതി വഴിക്ക് വെച്ച് വീണുപോയി. ഇതില് ഒരാൾക്ക് അഭിമാനിക്കാനോ മറ്റേ ആൾക്ക് ലജ്ജിക്കാനോ എന്തെങ്കിലും വകയുണ്ടോ? ഇല്ല എന്നാണ്. ഞായേറി വീഴ്ന്തൻ, പട്ടിയുടെ പുറത്ത് കയറി സവാരി ചെയ്ത് വീണാലെന്ത്? നടാത്തുകിലൻ, നടാത്തുകിൽ എൻ എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം? നടാത്തുകിൽ എന്ന് പറഞ്ഞാൽ വീഴാതെ സവാരി ചെയ്താൽ വിശേഷിച്ച് എന്തെങ്കിലും ഒരു മാന്യതയോ പരിഗണനയോ നമുക്ക് കിട്ടുമോ? അല്ല, വീണുപോയെന്ന് കരുതി അത് മോശമാണോ? രണ്ടുമില്ല. നായേറി വീഴ്ന്നെന്നടാത്തുകിൽ എൻ ജ്ഞാനിക്ക് പേയാം ജഗം. ജഗം എന്ന് പറഞ്ഞാൽ ജഗത്ത് എന്നാണ് അർത്ഥം. ജ്ഞാനിക്ക് പേയാം ജഗം. പേയ് എന്ന് പറഞ്ഞാൽ ഭൂതം, പ്രേതം. ഇവിടെ ഏത് ഭൂതത്തെയാ പറയുന്നത്? യഥാർത്ഥത്തിൽ ഭൂതമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മരക്കുറ്റിയെ ഒരാൾ ഭൂതമാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഇരുട്ടിൽ ഒരാൾ വേതാളം ഉള്ളതായി വിചാരിച്ച് ഭ്രമിക്കുന്നു. ആ ഭൂതത്തെയാണ് ഇവിടെ പേയ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല, ഉണ്ടെന്ന് ഇയാൾ ഭ്രമിക്കുന്നു. ജ്ഞാനിക്ക് പേയാം ജഗം. ഈ ജ്ഞാനിക്ക് ഈ പ്രപഞ്ചം ഒരു ഭൂതത്തെ പോലെയോ വേതാളത്തെ പോലെയോ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലാത്തതാണെന്നുള്ള കാര്യം പിടികിട്ടിയവനാണ് ജ്ഞാനി. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ അല്പം പോലും ഭയപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നിനെ കുറിച്ചും അയാൾക്ക് ഒരു ആശങ്കയുമില്ല. എന്തുകൊണ്ടാ? ഇത് തികച്ചും അസത്യമാണ്, അങ്ങേയറ്റം ഇല്ലാത്തതാണ്. ആ അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതുള്ളയാളാണ് ജ്ഞാനി. ജ്ഞാനിക്ക് പേയാം ജഗം പഴിത്തൻ പേണുകിൽ എൻ. പഴിത്ത് എൻ, പഴിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പഴിക്കുക, കുറ്റം പറയുക, കുറ്റാരോപണം നടത്തുക. ജനങ്ങൾ, സാധാരണക്കാർ ഒരു ജ്ഞാനിയെ പഴിച്ചാലെന്ത്, കുറ്റം പറഞ്ഞാലെന്ത്, പേണുകിലൻ ആദരിച്ചാലെന്ത്? അദ്ദേഹത്തിന് രണ്ടും തുല്യം. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം മിഥ്യ, പ്രപഞ്ചത്തിലുള്ള ആളുകളും അതുപോലെ മിഥ്യ. അവരുടെ സ്തുതിയോ നിന്ദയോ കൊണ്ട് ഞാൻ ബാധിക്കപ്പെടാൻ പോകുന്നില്ല. സാധാരണ ഈ ഒരു സമൂഹ ജീവിയാണല്ലോ ഈ മനുഷ്യൻ. നമ്മൾ ഒരുപാട് സമൂഹത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും, എന്നെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം ആളുകളുടെ ഇടയിൽ പ്രചരിക്കില്ലേ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്? അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. പക്ഷെ അത് നിഷ്പക്ഷവുമായിരിക്കണം. ഞാൻ മറ്റൊരാളെ വിലയിരുത്തുമ്പോൾ ശരിക്കും അയാളിൽ എത്ര നന്മയുണ്ട്, എത്ര തിന്മയുണ്ട് എന്ന് നോക്കി കൃത്യമായി മാർക്കിടാറില്ലേ വേറൊരാളെ വിലയിരുത്തുമ്പോൾ? അതുപോലെ ഒരു നിഷ്പക്ഷതയോടുകൂടി
ആത്മാർത്ഥതയോടുകൂടി വേണം ഓരോ വ്യക്തിയും അവനവനെ വിലയിരുത്താൻ. ഞാൻ എഴുതിയ പേപ്പറാണ്, അതുകൊണ്ട് തെറ്റിനൊക്കെ ശരിയിട്ടിട്ട് മാർക്ക്. ഇവിടെ നമ്മുടെ പേപ്പർ നമ്മൾ തന്നെയാണ് മൂല്യനിർണ്ണയം ചെയ്യുന്നത്. എഴുതിയത് നമ്മൾ, മൂല്യനിർണ്ണയം ചെയ്യുന്നത്, മാർക്ക് ഇടുന്നത്, മെച്ചമോ പോരായ്മയോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നത്, ഇതത്രയും ഒറ്റ വ്യക്തിയാണ് ചെയ്യുന്നത്. വേറെ ആരും ഇതിന് അധികാരികളല്ല, അവർക്ക് നമുക്ക് മാർക്കിടാനുള്ള യോഗ്യതയുമില്ല. ഓരോ വ്യക്തിക്കും അവനവനെ കുറിച്ചാണ് നല്ലതുപോലെ അറിയാവുന്നത്. നമുക്ക് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് പറയും, പക്ഷെ പൂർണ്ണമായി അറിയില്ല. അയാളുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കറിയാൻ പറ്റുമോ? നമ്മളുമായി സമ്പർക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ പോരായ്മകളും നമ്മുടെ മേന്മകളും നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? മേന്മയെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും, പോരായ്മകളെ മറച്ചു പിടിക്കും. ഇതാണ് കാപട്യം, ഇതാണ് ജീവന്റെ ഈ അഹങ്കാരം, ജീവഭാവം ഉണ്ടല്ലോ, അതിതാണ് ചെയ്യുന്നത്. തന്നിലുള്ള മോശമായ അംശങ്ങളെയൊക്കെ ബാക്കിയുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കും. അല്പസ്വല്പം നന്മകളുണ്ടെങ്കിൽ അതിനെയൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യും. പഴിത്തൻ പേണുകിലൻ. ഈ ജനങ്ങൾ ഒരു ജ്ഞാനിയെ പഴിച്ചാലെന്ത്, സ്തുതിച്ചാലെന്ത്, ആദരിച്ചാലെന്ത്? തോയാർ പെരുമൈ ചെറുമയിലൈ. പെരുമൈ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പെരുമ, വലിയവൻ, ആ വലുത്, വലിയവൻ എന്നുള്ള ഭാവം. മഹത്വം എന്നർത്ഥം, അഹങ്കാരമല്ല, മഹത്വം. ചെറുമൈ എന്ന് പറഞ്ഞാൽ ചെറിയത്, അതിനാണ് നമ്മൾ തമിഴിലെ ചെറുവൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നർത്ഥം. തോയാർ എന്ന് പറഞ്ഞാൽ എന്താ? തോയുക എന്ന് പറഞ്ഞാൽ നനഞ്ഞു കുതിരുക എന്നാണ് ആ വാക്കിന്റെ തമിഴിലുള്ള അർത്ഥം. തോയ്ந்து വിട്ടത്, നനഞ്ഞു പോയി, കുതിർന്നു പോയി. ഇവിടെ തോയാർ എന്ന് പറഞ്ഞാൽ നനഞ്ഞു കുതിരാത്തവർ എന്ന് പറഞ്ഞാൽ മഴയിൽ നനയാത്തവരെന്നോ വെള്ളം കൊണ്ട് നനയാത്തവർ എന്നല്ല അർത്ഥം. തോയാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച വിഷയത്തിൽ നനഞ്ഞു കുതിരാത്തവർ, പ്രപഞ്ച വിഷയങ്ങൾ ഉള്ളിൽ കടക്കാത്തവർ, ഉള്ളിൽ ബ്രഹ്മത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് അവർ ജീവിക്കുന്നു. ജ്ഞാനികൾ, തത്വദർശികൾ എന്നർത്ഥം. പ്രപഞ്ചം സ്പർശിക്കാത്ത മനസ്സോടുകൂടിയവർ, അവരെയാണ് തോയാർ എന്ന് പറയുന്നത്. തോയാർ പെരുമൈ ചെറുമയിലൈ. പെരുമൈ എന്ന് പറഞ്ഞാൽ മഹത്വം, ഒരർത്ഥത്തില് അഭിമാനം. ചെറുമൈ എന്ന് പറഞ്ഞാൽ അപമാനം. ഇത് രണ്ടുമാണല്ലോ വിപരീത പദങ്ങൾ. അഭിമാനം, അപമാനം. നമ്മളൊക്കെ അഭിമാനികളായി ജീവിക്കാനാണ് ആഗ്രഹിക്കുക, അപമാനത്തെ നാം ഭയപ്പെടുകയും ചെയ്യും. ജ്ഞാനിക്കതില്ല. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം അവരുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടേ ഇല്ല. ഇനി അഥവാ പണ്ട് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവൻ അവർ പുറന്തള്ളിയിരിക്കുന്നു. ഒക്കെ ബ്രഹ്മമാണ് എന്ന് തീരുമാനിച്ച് ഈ പുറമേ ഉള്ളവരുടെ അഭിപ്രായത്തിന് അവര് കാര്യമായ വില കൽപ്പിക്കാറില്ല. തോയാർ, പ്രപഞ്ചസ്പർശം ഏൽക്കാത്തവർ, അവർക്ക് അഭിമാന അപമാനങ്ങളില്ല. പെരുമൈ ചെറുമയിലൈ പിന്നെ മുന്നമിലൈ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട്, ഇനി വരാൻ പോകുന്നത്, ഭാവി കാലം എന്നർത്ഥം. ഭാവി കാലത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ആശങ്കയുമില്ല, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. മുന്നുമിലൈ. മുന്നേ എന്ന് പറഞ്ഞാൽ മുൻപ്, കടന്നുപോയ കാലം, ഭൂതകാലം. കടന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല. കടന്നുപോയ ആ ഭൂതകാലത്തെക്കുറിച്ച് അവിടെ നന്മയും തിന്മയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനെയൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ അവരുടെ മനസ്സിൽ ഈശ്വരൻ മാത്രം. ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ല. അത് വരുമ്പോൾ വരട്ടെ, എന്തായാലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണല്ലോ ഈ ഭാവിയെ. അതിനെ ഓർത്ത് എന്തിനാ നമ്മൾ ഇപ്പോഴേ വ്യാകുലപ്പെടുന്നത്? അത് വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. കഴിഞ്ഞത് അത് കടന്നു പോയില്ലേ, ഇനിയിപ്പോ ഓർത്തിട്ട് എന്ത് കാര്യം? നമ്മൾ വർത്തമാനത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വർത്തമാനം പറയുന്നുണ്ട്, വർത്തമാനത്തിൽ ജീവിക്കുന്നില്ല, അതാണ് കുഴപ്പം. ലിവ് അറ്റ് ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്. ഇപ്പോ എന്ന് പറയുന്നത്, ആ ഇപ്പോ എന്നുള്ള ക്ഷണത്തില് സമയമില്ല. ഇപ്പോ എന്ന് പറയുന്നതാണ് ആത്മസ്വരൂപം. നമ്മൾ ഇപ്പോളിൽ നിൽക്കുന്നില്ല, പണ്ടുള്ളതിൽ, കഴിഞ്ഞുപോയ കാലത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതായത് ഭൂതത്തിലും ഭാവിയിലുമാണ് മനുഷ്യ മനസ്സിങ്ങനെ ഊഞ്ഞാല് പോലെ ആടിക്കളിക്കുന്നത്. വർത്തമാനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നോ? വർത്തമാനത്തിൽ മനസ്സിന് നിലനിൽപ്പില്ല. വർത്തമാനം, പ്രസന്റ് എന്ന് പറഞ്ഞാൽ ആത്മസ്ഥിതിയാണ്, ബ്രഹ്മമാണത്. അത് കാലത്തിനെ അതിവർത്തിച്ച സത്യമാണ്. മനസ്സ് ഭൂതത്തിലും ഭാവിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വർത്തമാനത്തിൽ അതിന് നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റിയാൽ ആ മനസ്സ് മനസ്സല്ലാതായി തീരും, അത് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവായി തീരും. അപ്പോ ഇപ്പോൾ എന്നുള്ളതാണ് ആത്മസ്വരൂപം. അതിന്റെ സ്വരൂപം നമ്മൾ അസ്തിത്വം, ഉണ്മ എന്നല്ലേ പറയുന്നത്.
ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട്. ഉണ്ട് എന്നുള്ള ഭാവം മാത്രമേ ആത്മാവിനുള്ളൂ. ഉണ്ടായിരുന്നു, ഉണ്ടാകും, ഈ ഭാവങ്ങളില്ല. എന്തുകൊണ്ട്? അത് എന്നും നിലനിൽക്കുന്നതാണ്. ഈ കാലം ഉണ്ടാകുന്നതിന് മുമ്പേ ഈ ആത്മാവുണ്ട്. ഉണ്മ, അസ്തിത്വമാണ് അതിന്റെ സ്വരൂപം. അപ്പൊ ഈ ജ്ഞാനികൾക്ക് പിന്നും മുന്നുമില്ല, ഭാവിയുമില്ല, ഭൂതകാലവുമില്ല. വരൈപറ്റ് വേണ്ടിയ ശൈവാർ. വരൈപറ്റ് എന്ന് പറഞ്ഞാൽ വര, അതിർത്തി, പരിധി, നിയന്ത്രണം എന്നൊക്കെയാണ് അർത്ഥം. പരിമിതി, ലിമിറ്റേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. വരൈപറ്റ്, പരിമിതികളില്ലാത്തവർ, പരിധിയില്ലാത്തവർ. അവരെ ഒന്നും തടയുന്നില്ല. അവർക്ക് കുറുകെ നിൽക്കാൻ, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. സർവതന്ത്ര സ്വതന്ത്രന്മാരാണ് ഈ ജ്ഞാനികൾ. അവരെ ഈ ധർമാധർമ്മങ്ങളുടെ അതിർവരമ്പിനുള്ളിൽ നിൽക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കില്ല. ബ്രഹ്മം ധർമാധർമ്മങ്ങൾക്കകത്താണോ? അല്ല. അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാനികളും അവരെങ്ങനെ ഈ നമ്മുടെ ഈ ആചാരം, നിഷ്ഠ, മര്യാദ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ധാരാളം പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഒരു പരിധിവരെ അത് വേണം താനും. പക്ഷെ ഈ ജ്ഞാനികൾക്ക് അങ്ങനെയുള്ള ഒരു നിയന്ത്രണവുമില്ല. അവരെ പിടിച്ചു കെട്ടാനോ കൂച്ചുവിലങ്ങിടാനോ ആർക്കും സാധ്യമല്ല. അവർ വേദത്തിന്റെ അപ്പുറത്ത് പോയവരാണ്. നമ്മളൊക്കെ വേദം നിർദ്ദേശിക്കുന്ന മണ്ഡലത്തിനകത്ത് നിൽക്കുന്നവരാണ്. അത് ആവശ്യവുമാണ്, അത് വേണ്ടെന്നല്ല. ധർമാധർമ്മങ്ങൾക്ക് അപ്പുറത്ത് പോവുക എന്നുള്ളതാണ് അന്തിമമായ ലക്ഷ്യം. വരൈവറ്റ്, പരിമിതികളില്ലാത്ത അവർ വേണ്ടിയ ശൈവാർ. ഈ ലോകത്തിന് എന്താണോ യഥാർത്ഥത്തിൽ വേണ്ടത്, ഏതാണോ ആവശ്യമായിട്ടുള്ളത്, അതവർ ലോകത്തിന് കൊടുക്കുകയും ചെയ്യും. സാധാരണക്കാരുടെ കയ്യിലില്ലാത്ത ജ്ഞാനം ഈ സത്യദർശികളുടെ കയ്യിലല്ലേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടുമോ ഈ സാധനം? കോളേജ് പ്രൊഫസർമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരുടെ അടുത്ത് വല്ലതും പോയാൽ ഈ ആത്മജ്ഞാനം കിട്ടുമോ? അപ്പൊ ഈ ആത്മജ്ഞാനത്തിന്റെ മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും ഈ ജ്ഞാനികളാണ്. ഈ ആത്മജ്ഞാനികളിൽ നിന്നല്ലാതെ ഈ ജ്ഞാനം നമുക്ക് ശ്രവിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു ഗുരുവിനെ തന്നെ സമീപിക്കണം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവായിരിക്കണം. ഉപനിഷത് ജ്ഞാനം നല്ലതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, അനുഭവജ്ഞാനവും അതോടൊപ്പം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് ഈ ആത്മവിദ്യ കരഗതമാക്കണം. വരൈപറ്റ് വേണ്ടിയ ശൈവാർ, ഈ ലോകത്തിന് വേണ്ടത്, അതുപോലെ അവർക്ക് എന്താണോ വേണ്ടത്, ഇത് രണ്ടും അവർ ഭംഗിയായി ചെയ്യും. ലോകത്തിനും തനിക്കും അഹിതമായത് ഒന്നും അവർ പ്രവർത്തിക്കില്ല. ഇതാണ് 56-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി മലയാള വ്യാഖ്യാനം വായിക്കാം. ഒരാൾ നായുടെ പുറത്ത് കയറി സവാരി ചെയ്യവേ താഴെ മറിഞ്ഞു വീണുപോയെന്നാൽ അയാൾക്ക് എന്ത് അപമാനം വരാനിരിക്കുന്നു? വീഴാതെ തന്നെ അവൻ കുറെ ദൂരം സവാരി ചെയ്തു എന്നിരിക്കട്ടെ, ആയതുകൊണ്ട് അയാൾക്ക് എന്ത് മേന്മ ലഭിക്കുന്നുണ്ട്? രണ്ടുമില്ല. നാണിക്കാനുമില്ല, അഭിമാനിക്കാനുമില്ല. ഏതായാലും സവാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം നിന്ദ്യമായ ശ്വാവല്ലയോ? ശ്വാവ് എന്ന് പറഞ്ഞാൽ ശുനകൻ, പട്ടി. പട്ടിയുടെ പുറത്ത് മനുഷ്യൻ കയറുവോ? അതിന്റെ പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ നിന്ദ്യമായ ഒരു കാര്യമാണ്. ആ കയറുന്നത് തന്നെ അപമാനമാണെങ്കിൽ അതിൽ വീഴാതെ സവാരി ചെയ്തു, അല്ലെങ്കിൽ പകുതി വഴിക്ക് വീണുപോയി, എന്തായാലും എന്ത്, കേറിയതേ അബദ്ധം. ശ്വാവല്ലയോ എന്നാണ്. വാഹനം നിന്ദ്യമായ ശ്വാവല്ലയോ? അതുപോലെ അജ്ഞാനഭ്രാന്തിൽ ഉൾപ്പെട്ട ലോകർ ജ്ഞാനിയെ സ്തുതിച്ചാലെന്ത്, പഴിച്ചാലെന്ത്? നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയെക്കുറിച്ച് ലോകർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതിനൊന്നും ചെവി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. തനിക്ക് താൻ ആരാണ്, എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നമുക്കെന്തിന്? ഇത് ജ്ഞാനികൾക്ക് മാത്രമല്ല, സാധാരണ ലൗകികന്മാർക്കും ഈ നിയമം ബാധകമാണ്. മറ്റുള്ളവരുടെ വാക്കിനും പ്രവൃത്തിക്കും അനുസരിച്ച് നമ്മൾ ജീവിക്കുക, അതിന്റെ ആവശ്യമില്ല. അവരെ കൊണ്ട് ഞാൻ നല്ലവൻ എന്ന് പറയിക്കുക, അതിന്റെ ആവശ്യം എന്താ? അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നല്ലവനല്ലേ? ഇനി നമ്മൾ നല്ലവനായിരിക്കുന്നു, കുറെ പേര് പറയുന്നു കൊള്ളരുതാത്തവനാണെന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മൾ കൊള്ളരുതാത്തവനാകുന്നു. ഈ ലോകത്തെ ഭയന്ന് ജീവിക്കുന്നത് നിർത്തണം. ലോകത്തെ ഭയപ്പെടണം ഒരു പരിധിവരെ. പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരുപാട് മുൻതൂക്കം നൽകേണ്ട കാര്യമില്ല. നമ്മുടെ സ്വസ്ഥത ഇല്ലാതെയാവും. അതാണ്, നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഒരു പരിധിവരെ ആവാം. കാരണം നമ്മുടെ ദോഷങ്ങൾ പലപ്പോഴും നമ്മൾ കാണില്ല.
നമ്മളിലുള്ള ദോഷം ഈ ലോകര് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകും. ഇവിടെ തനിക്ക് ഇന്നിന്ന കുഴപ്പമുണ്ട്. അതെന്താ? നമ്മെ നേരെയാക്കാനുള്ള ഒരു ഉപദേശമായിട്ട് സ്വീകരിക്കാം. എന്നിൽ ഇന്നിന്ന ദൂഷ്യങ്ങളുണ്ട്, അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, അതുകൊണ്ട് ഞാൻ ആ ദൂഷ്യങ്ങളെയൊക്കെ എന്നിൽ നിന്ന് അകറ്റണം എന്നൊരു ഭാവം വന്ന് നമ്മുടെ ഒരു പുരോഗതിക്ക് വേണ്ടി ആ ഒരു വിമർശനം സഹായിക്കണമെന്നല്ലാതെ ഒരാളിപ്പോ എത്ര നല്ലവനെയും കുറ്റം പറയുന്ന ആളാണ്. അപ്പൊ അയാളുടെ അഭിപ്രായത്തിന് വില കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? വില മതിക്കേണ്ട കാര്യമില്ല. അജ്ഞാനഭ്രാന്തിൽ ഉൾപ്പെട്ട ലോകർ ജ്ഞാനിയെ സ്തുതിച്ചാലെന്ത് പഴിച്ചാലെന്ത്, അത്തരക്കാരുടെ നിന്ദാസ്തുതികളെ ജ്ഞാനി ലവലേശം കൂട്ടാക്കരുത്. അവർക്ക് ശ്രേഷ്ഠന്മാരെന്നോ അപകൃഷ്ടന്മാരെന്നോ ഉള്ള ഭേദമോ സകലമായ മുന്നോ കേവലമായ പിന്നോ ഇല്ല. ഈ മുന്നെന്ന് പറഞ്ഞാൽ ഭൂതകാലം, പിന്നെന്ന് പറഞ്ഞാൽ ഭാവി കാലം. ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ തിരുവരുൾ ലഹരിയാൽ പരമാനന്ദമായി ലോകത്തിൽ വിഹരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഒരുതരം ഭ്രാന്തന്മാരെ പോലെയാണ്. ഈശ്വര ലഹരി, അതിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ചവർ. അവർക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന്. ഈ ആളുകളൊക്കെ സത്യമാണെന്നും അവരുടെ വാക്കിന് ഞാൻ വില കൽപ്പിക്കണമെന്നും ഈ ഭാവമൊക്കെ വേണമെങ്കിൽ ഉള്ളിലൊരു ഞാൻ വേണ്ടേ? ആ സാധനം തന്നെ ഇല്ല. ഒരാളുടെ വാക്ക് അത് ശരിയായി അല്ലെങ്കിൽ മോശമായി അയാൾ പറയുന്നതിനനുസരിച്ച് എന്നെ മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇതിനൊക്കെ ഒരു ഞാൻ വേണ്ടേ? ഈ ഞാൻ തന്നെ ഇല്ലാത്തവരോ ആനന്ദ ലഹരിയിൽ എങ്ങനെ വിഹരിച്ച് നടക്കുന്നവരാണ്. അതായത് ആനന്ദഭ്രാന്ത് പിടിച്ചവർ. സാധാരണ ഭ്രാന്തന് ബുദ്ധിഭ്രമമാണ് സംഭവിക്കുന്നത്. ഇത് ബുദ്ധി തെളിഞ്ഞത് കൊണ്ടുള്ള ഭ്രാന്താണ്. ബുദ്ധി തെളിഞ്ഞു പോകുമ്പോഴാണ് ഈ ഈശ്വര ഭ്രാന്ത് തലയ്ക്ക് പിടിക്കുന്നത്. അതിനു മുമ്പ് പ്രപഞ്ചഭ്രാന്താണ്. അവിടെ എപ്പോഴും അസ്വസ്ഥതയും ദുഃഖവും മാത്രമേ ഉള്ളൂ. ഇത് ആനന്ദ ലഹരി തലയ്ക്ക് പിടിക്കുന്നത്. നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. സന്മാർഗമേ മുതലായി താതമാർഗത്തളവും തന്മാർഗமான எங்கள் சம்பந்தன் தன்னை துறவி அரசு சுகி யோகி போகி അറവൻ മറവൻ എനലാം. ഈ ഗുരുവിനെ സ്തുതിച്ച് ഈ ഗ്രന്ഥകർത്താവായ കണ്ണുടയ വള്ളലാർക്ക് തൃപ്തി വരുന്നില്ല. കൂടെ കൂടെ എൻ്റെ ആചാര്യൻ, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെയാണ് എന്നെ ഉപദേശിച്ചത്. ഇതിങ്ങനെ ആവർത്തിച്ച് തികട്ടി വന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ആ ഗുരുവാണല്ലോ ഇദ്ദേഹത്തെ ആ ജ്ഞാനത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പോൾ ഈശ്വരനേക്കാളും ഒരു ഉയർന്ന സ്ഥാനമാണ് ഈ ഗുരുവിനുള്ളത്. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു വീക്ഷണമുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടീച്ചർ സ്റ്റുഡൻറ്റ്, അധ്യാപകൻ വിദ്യാർത്ഥി. നമ്മൾ ഗുരു ശിഷ്യൻ എന്നാണ് പറയുന്നത്. ഈ രണ്ട് വാക്കിനും ഇംഗ്ലീഷ് ഭാഷയിൽ തത്തുല്യമായ പദമില്ല. ഗുരു ശിഷ്യൻ. അവർ പറയുന്നത് ടീച്ചർ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്, ഇങ്ങനെയാണ് പറയുന്നത്. അതൊന്നും ശരിയാവില്ല. ഗുരുവിന് ഗുരു എന്ന് തന്നെ പറയണം, ശിഷ്യനെ ശിഷ്യൻ എന്ന് തന്നെ പറയണം. അതിന് വേറെ ഭാഷയിലോട്ട് മാറ്റിയാൽ ഈ ഗുരു ശിഷ്യൻ എന്നുള്ള വാക്കിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥത്തെ അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയുള്ള വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലില്ല. വേറെ ഒരു ഭാഷയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ പൈതൃകമോ സംസ്കാരമോ ആണ്. അതുകൊണ്ട് അതൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശരിയാവില്ല. പിന്നെ വേറെ നിവൃത്തിയില്ല. ചിലത് ഇതിൻ്റെ ഈ ഒഴിവിലൊടുക്കത്തിൻ്റെ വ്യാഖ്യാതാവ് ഒരു ഫോറിനറാണ്, ഒരു വിദേശിയാണ്. രമണ മഹർഷിയുടെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൽ നിന്നും ഈ സൂക്ഷ്മമായ ആത്മതത്വമൊക്കെ ഗ്രഹിച്ച് വേറെ പല പുസ്തകങ്ങളുമൊക്കെ റെഫർ ചെയ്ത് മറ്റ് തമിഴ് ഭാഷാ പണ്ഡിതന്മാരെയൊക്കെ കണ്ട് അതിനുശേഷമാണ് ഈ വ്യാഖ്യാനം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് ബട്ട്ലർ എന്നാണ് ഈ വ്യാഖ്യാതാവിൻ്റെ പേര്.
റോബർട്ട് ബട്ട്ലർ. ഇവിടെ എന്ത് പറയുന്നു നോക്കൂ. ഈ 57-ാം പദ്യത്തിൽ സന്മാർഗമേ മുതലായി എന്നാണ് നമ്മൾ അതിനെ വിഗ്രഹിക്കുന്നത്. സന്ധിയിൽ വരുമ്പോൾ സന്മാർഗമേ മുതലാത്താതമാർഗത്തളവും എന്ന് ചേർന്ന് വരും. സന്മാർഗമേ മുതലായി, സത്യമാർഗം അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ നിന്ന് തുടങ്ങി താതമാർഗത്തളവും, താതമാർഗം എന്ന് പറഞ്ഞാൽ ദാസമാർഗം. ഈ ശൈവ സിദ്ധാന്തത്തിൽ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്, പക്ഷെ മറന്നുപോയിരിക്കും. 4 മാർഗങ്ങളാണുള്ളത്. 4 മാർഗങ്ങളുടെ പേരിതാണ്. ഓരോന്നും എന്താണെന്ന് ഞാൻ പറയാം. സന്മാർഗം, സഹമാർഗം, ഷർപുത്രമാർഗം, ദാസമാർഗം. ഏറ്റവും ശ്രേഷ്ഠമായത് സന്മാർഗവും ഏറ്റവും നിന്ദ്യം എന്ന് പറയാൻ പാടില്ല, ഏറ്റവും താഴേക്കിടയിലുള്ളത്, ഏറ്റവും താണനിലയിലുള്ളത് ദാസമാർഗമാണ്. സന്മാർഗം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഏറ്റവും ഉയർന്ന നില. അവിടെ എന്താ അതിൻ്റെ ആ സന്മാർഗത്തിൽ പോകുന്നവരുടെ വിചാരഗതി എന്താണെന്ന് ചോദിച്ചാൽ, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. നമുക്ക് തമ്മിൽ വ്യത്യാസമില്ല എന്നർത്ഥം. രണ്ടും ഒരേ ബ്രഹ്മത്തിൻ്റെ പ്രകടനങ്ങൾ, ഒരേ ബ്രഹ്മം തന്നെയാണ് 2 ശരീരത്തിലായി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. ഇതാണ് സന്മാർഗം. അത് ജ്ഞാനമാർഗവുമാണ്. അവിടെയാണ് ചെന്നെത്തേണ്ടത്. അത് അനുഭവത്തിലായാൽ സത്യസാക്ഷാത്കാരമായി എന്നർത്ഥം. ഇനി അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന മാർഗമാണ് സഹമാർഗം. സഹമാർഗം എന്ന് തമിഴിൽ പറയുമ്പോൾ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സഖാമാർഗം. നമ്മൾ സഖാവെ എന്ന് വിളിക്കാറില്ലേ, കൂട്ടുകാരൻ, തോഴൻ. സഖമാർഗം, സഖാമാർഗം, സഖ്യം. നമ്മുടെ ഭക്തിയിൽ ഈശ്വരനെ നമ്മൾ സഖാവായിട്ട്, സഖ്യഭക്തി, ഭഗവാനെ നമ്മുടെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആ ഭക്തിയെ പ്രകടിപ്പിക്കാം. പല ഭാവത്തിലും, ഏത് ഭാവം വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഭഗവാനുമായി ഒരു നിരന്തര ബന്ധം സ്ഥാപിക്കുക എന്നതാണ് പ്രധാനം. ഈശ്വരനെ വിട്ട് അകലുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിനുണ്ടാകുന്നു. ഏത് ഭാവത്തിൽ എന്നുള്ളതിന് പ്രാധാന്യമില്ല, ഭഗവാനുമായി പറ്റി നിൽക്കുന്നുണ്ടോ അതാണ് പ്രധാനം. അപ്പൊ ഈ സഖാമാർഗം അല്ലെങ്കിൽ സഖ്യത്തില് എന്താ, തോഴനും തോഴനും. ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനോട് എങ്ങനെയാണോ, സാധാരണ എന്താ, വളരെ ക്ലോസ് ഫ്രണ്ട്സ്, ആത്മമിത്രങ്ങളുണ്ടല്ലോ. ഈ ആത്മമിത്രങ്ങൾ അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കും. വളരെ വ്യക്തിപരമായിരിക്കും, മറ്റാരുടെ അടുത്തും പറയാത്തത്. സ്വന്തം അച്ഛനോടോ അമ്മയോടോ സഹോദരന്മാരോടോ പോലും പറയാത്ത കാര്യങ്ങൾ കൂട്ടുകാരനോട് പറഞ്ഞു എന്ന് വരാം. കാരണം എന്താ, അയാളിലുള്ള വിശ്വാസമാണ്. ഒന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളത്. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതും കേൾക്കുകയും ആവാമല്ലോ. ഇതാണ് സഖാമാർഗം. തോഴനും തോഴനും അല്ലെങ്കിൽ 2 മിത്രങ്ങൾ തമ്മിലുള്ള ബന്ധം. അതുപോലെ ഭക്തനും ഭഗവാനും തമ്മിൽ ഒരു ബന്ധം. അതാണ് സഖാമാർഗം അല്ലെങ്കിൽ സഖ്യം. അതിന് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത് യോഗം എന്നാണ്. ഈ പറഞ്ഞ 4 എണ്ണം ഉണ്ടല്ലോ, സന്മാർഗം, ശഖമാർഗം, ഷർപുത്രമാർഗം, ദാസമാർഗം. അതിന് ഓരോന്നിനും സമാനമായത് ജ്ഞാനം, യോഗം, ക്രിയ, ചര്യ. ഇതാണ് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇത് 4 പദ്ധതികളായിട്ട് പറയുന്നുണ്ട്, മറ്റേത് 4 അനുഷ്ഠാനങ്ങളായിട്ടാണ് പറയുന്നത്. ഈ സന്മാർഗം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. സഖാമാർഗം എന്ന് പറയുന്നത് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. ആസനം, ധ്യാനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്ന ആ ഘട്ടമാണ് യോഗം. അതാണ് ഈ സഖാമാർഗത്തിനോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നത്. മൂന്നാമത്തത് സർപുത്രമാർഗം. സർപുത്രമാർഗം എന്ന് പറഞ്ഞാൽ സത്പുത്രമാർഗം, നല്ല മകൻ. അതിനെയാണല്ലോ നമ്മൾ സത്പുത്രൻ എന്ന് പറയുന്നത്. സത്പുത്രമാർഗം എന്ന് പറഞ്ഞാൽ താൻ ഭഗവാന്റെ നല്ല ഒരു കുട്ടി, നല്ല മകൻ, ഭഗവാൻ എൻ്റെ അച്ഛൻ.
അങ്ങനെ പിതാവ് പുത്രൻ എന്നുള്ള ബന്ധം അങ്ങനെയും നമുക്ക് കാണാം. ഈശ്വരനെ ഏത് ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം. അപ്പൊ ആ സത്പുത്ര മാർഗം, പിതാവും സത്പുത്രനും എന്നുള്ള ബന്ധമാണ് അവിടെ ഈശ്വരനും ഭക്തനും തമ്മിലുള്ളത്. അതിന് സമാനമായതാണ് ക്രിയ. ഇത് നമ്മൾ മോളിൽ നിന്ന് താഴെയാണ് വരുന്നത്. ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ സർപുത്ര മാർഗം എന്ന് പറയുന്നതിന് ക്രിയ, അതിനെ ശൈവ സിദ്ധാന്തത്തിൽ ക്രിയായോഗം, ക്രിയാമാർഗം എന്നാണ് പറയുന്നത്. അതെന്താ? പൂജ തുടങ്ങിയവ ചെയ്യുക. ഒരു ബിംബം മുമ്പിൽ വെച്ച് അതിനെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുകയും അതിന് ചന്ദനം, കുങ്കുമം തുടങ്ങിയവയൊക്കെ ചാർത്തുകയും അഭിഷേകം ചെയ്യുക, നിവേദിക്കുക, അങ്ങനെയുള്ള. അപ്പോൾ ഒരു പുറമെ ബാഹ്യമായ ഒന്നിൽ, മറ്റുള്ളതിലൊക്കെ ആന്തരമായ മാനസമായ ഭാവങ്ങളാണ് ആദ്യത്തെ രണ്ടെണ്ണം. ജ്ഞാനമാർഗത്തിൽ ഞാൻ തന്നെ ഭഗവാൻ, ഭഗവാൻ തന്നെ ഞാൻ, ഞങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമില്ല. രണ്ടാമത്തെ മാർഗമായ സഹമാർഗത്തിൽ ഞാനും ഭഗവാനും കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്. അവിടെയും പുറമേ ഒന്നുമില്ല. പക്ഷെ ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ സർപുത്ര മാർഗം, അവിടെ വരുമ്പം ക്രിയ, പൂജ തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ, അതിന് പ്രാധാന്യം ഉണ്ടാവും. പക്ഷെ അത് ഈ രണ്ടിൻ്റെയും താഴെയാണ്. ഇനി നാലാമത്തെ മാർഗമാണ് ദാസമാർഗം. അതായത് ഭഗവാന്റെ സേവകനാണ് ഞാൻ, ഭഗവാൻ യജമാനൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ വിനീത ഭൃത്യൻ. ദാസൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. എന്താടാ വിജയ ദാസ, സിനിമ കണ്ടിട്ടില്ലേ? ദാസനും വിജയനും കൂടെ, മോഹൻലാലും ശ്രീനിവാസനും കൂടെ. അതുപോലെ ദാസമാർഗം, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം. അതിന് ഈ ശൈവ സിദ്ധാന്തത്തിലുള്ളത് ചര്യ എന്നാണ്. അതായത് ഏറ്റവും ആദ്യമുള്ള ഘട്ടമാണ് ചര്യ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ കൊണ്ട് ബിംബത്തെ ആരാധിക്കാൻ. അവിടെ പൂജയല്ല, ഒരു ബിംബത്തെയോ ഒരു പടമോ മുമ്പിൽ വെച്ചിട്ട് നാമം ചൊല്ലുക. അപ്പോൾ അതിനേക്കാളും തൊട്ട് മേലെയാണ് പുഷ്പങ്ങൾ അതുപോലുള്ള മറ്റു ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുക. അതിനും മുകളിലാണ് ആസനം, ധ്യാനം തുടങ്ങിയ ആ മാർഗങ്ങൾ ശീലിക്കുക. അതിനും മുകളിലാണ് അന്തിമമായ ജ്ഞാനം. ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ 4 മാർഗത്തെയാണ് ഈ പദ്യത്തിൽ പറയുന്നത്. സന്മാർഗമേ മുതലായി താതമാർഗത്തളവും. ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനമാർഗം അഥവാ സന്മാർഗം, അത് ഒന്നാമതായി തുടങ്ങി അവസാനത്തെ 4ാമത്തെ മാർഗം, അതാണ് ദാസമാർഗം. ഇതിത്രയും തന്മാർഗമന, ഇത് 4ഉം എൻ്റെ വഴി തന്നെയാണ്, ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പദ്ധതി തന്നെയാണ് എന്ന് ആര് പറഞ്ഞു? എങ്കൾ സംബന്ധൻ. ഈ കണ്ണുടയ വള്ളലാരുടെ ഗുരുനാഥന്റെ പേരാണല്ലോ തിരുஞான സംബന്ധമൂർത്തികൾ. അതിനെ ചുരുക്കി ജ്ഞാനസംബന്ധൻ, തിരു എന്നുള്ളത് ശ്രീ എന്നതിന് പകരം ചേർക്കുന്നതാണ്, ആദരവിനെ സൂചിപ്പിക്കാൻ, ബഹുമാനത്തോടുകൂടി പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. തിരുവെടുത്താൽ വെറും ജ്ഞാനസംബന്ധർ, അത് പൂജക ബഹുവചനമാണ്. ശങ്കരാചാര്യൻ എന്ന് പറയുന്നതിന് പകരം ശങ്കരാചാര്യര്. മലയാളത്തിൽ ഈ പ്രത്യയം ചേർത്താൽ ആദരവിനെ സൂചിപ്പിക്കുന്നതാണ്. എങ്കൾ സംബന്ധൻ, അപ്പൊ ജ്ഞാനസംബന്ധൻ എന്നുള്ള ആ ജ്ഞാനം എന്നുള്ളതും കൂടെ വിട്ടിട്ട് ഞങ്ങളുടെ സംബന്ധൻ, എൻ്റെ സ്വന്തം ഗുരുനാഥൻ എന്നാണ് പറയുന്നത്. എങ്കൾ സംബന്ധൻ, അദ്ദേഹം കാണിച്ചു തന്നതാണ് ഈ 4 മാർഗങ്ങളും. തന്നെ ആ തിരുஞான സംബന്ധമൂർത്തി സ്വാമികളെ ആരോടൊക്കെ ഉമ്മിക്കാം? അദ്ദേഹം ആരാര് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് ചോദിച്ചാൽ, തന്മാർഗമന എങ്കൾ സംബന്ധൻ തന്നെ അദ്ദേഹത്തെ തുറവി, അരശി, സുഖി, യോഗി, ഭോഗി, അറവൻ, മറവൻ എന്നെല്ലാം 7 സ്ഥാനപ്പേരാണ് കൊടുത്തിരിക്കുന്നത്. 7 തരത്തിലും അദ്ദേഹത്തെ വിവരിക്കാം. ഈ 7 തരത്തിൽ ഓരോന്നും മറ്റുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പക്ഷെ ഈ 7 വർണ്ണനകളും എൻ്റെ ആചാര്യന് ചേരും, അദ്ദേഹത്തിൽ അത് യോജിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം ആരാ? തുറവി. തുറവി എന്ന് പറഞ്ഞാൽ സന്യാസി, ത്യാഗി. ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട് തുറവൂർ. എനിക്ക് തോന്നുന്നത് അത് പണ്ട് സന്യാസിമാർ
ധാരാളം ജീവിച്ചിരുന്ന ഒരു സ്ഥലം, തുറവിനുള്ള ഊര്, തുറവ് ഊര്, അതാണ് തുറവൂർ. ചില പേരുകളുടെ ആ തമിഴ് പേരുകൾ നമ്മൾ മാറാതെ അതുപോലെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുണ്ട് കൊല്ലത്തിന് അടുത്തുള്ള കരുനാഗപ്പള്ളി. കരുനാഗം, കരിമ്പാമ്പ്. ചിലപ്പോൾ അവിടെ ധാരാളം കറുത്ത സർപ്പങ്ങൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം. നമ്മൾ സാധാരണ പാമ്പ്, നാഗം എന്ന് സാധാരണ നമ്മൾ മലയാളികൾ അധികം ഉപയോഗിക്കാത്ത വാക്കാണ്. പാമ്പ്, സർപ്പം, ഇതൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. നാഗം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തമിഴന്മാരാണ്. കരുനാഗം നമ്മൾ പറയുകയാണെങ്കിൽ കരു എന്ന് പറയാറില്ല, കരിമ്പാമ്പ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ. അവരാണ് കരുനിറം, കറുത്ത നിറം. അപ്പൊ കരുനാഗപ്പള്ളി നല്ല തമിഴ് പേരാണ്. പക്ഷെ നമ്മൾ അതിനെ ഒരു മാറ്റവും കൂടാതെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറെയും പേരുകൾ, സ്ഥലപ്പേരുകൾ, ശരിക്കും തമിഴ് പേരുകൾ നമ്മൾ അതുപോലെ മലയാളത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കാണാം. എൻ്റെ ആചാര്യൻ തുറവിയാണ്, ത്യാഗി അല്ലെങ്കിൽ സന്യാസി, അവധൂതൻ, ഭിക്ഷു, ഊരു ചുറ്റുന്നവൻ, സ്വന്തമായിട്ടൊന്നുമില്ലാത്തവൻ, എന്നാൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ, ജഗദീശ്വരൻ. തൻ്റേത് എന്നുള്ള ഭാവം ഒന്നിനും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം സന്യാസിയാണ്. എന്നാൽ അദ്ദേഹം താൻ ആത്മാവാണെന്ന് സാക്ഷാത്കരിച്ചത് കൊണ്ട്, ഈ ആത്മാവ് സർവേശ്വരനായതുകൊണ്ട് താൻ എല്ലാറ്റിൻ്റെയും അധിപനാണ്. ഒരേ സമയത്ത് ഭിക്ഷാന്തേഹിയുമാണ്, ചക്രവർത്തിയുമാണ്. എന്ത് ചെയ്യാൻ പറ്റും? തുറവിയാണ് അദ്ദേഹം, സന്യാസിയാണ്. അരശ് എന്ന് പറഞ്ഞാൽ അരശൻ, മലയാളത്തിൽ, പഴയ മലയാളത്തിൽ അരചൻ, രാജാവ്. രാജ എന്നുള്ളതിനെയാണ് അരചൻ, അരശൻ. തമിഴില് അരശൻ, മലയാളത്തില് അരചൻ. നമ്മൾ അരമന എന്നൊരു വാക്ക് പ്രയോഗിക്കാറില്ലേ? ഇത് മലയാളം എന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നാം തരം തമിഴാണ്. അരൺ മനൈ. അരൺ മനൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പൂതിരി ഗൃഹങ്ങളെയാണ് നമ്മൾ മന എന്ന് പറയുന്നത്. മനൈ തമിഴിൽ അവര് കുടൈ, വാഴൈ, മലൈ, അങ്ങനെ ഐ എന്ന് പറഞ്ഞാണ് സാധാരണ അവർക്ക് കൂടുതൽ ഇഷ്ടം. അരൺ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. അരചൻ എന്ന് തന്നെയാണ്. രാജാവിൻ്റെ വീട്, രാജാവിൻ്റെ മന, അതാണ് അരൺമന. മലയാളത്തിൽ വന്നപ്പോൾ ആ ഐ എന്നുള്ള എൻഡിങ് നമ്മൾ എടുത്തു കളഞ്ഞു. അരൺമന, അത് ചുരുങ്ങി അരമന, കൊട്ടാരം എന്നർത്ഥം. തിരുമേനി ഒന്നാം തരം തമിഴാണ്. ഒന്നാം തരം തമിഴ് വാക്കാണ് ഈ തിരുമേനി. തിരു എന്ന് പറഞ്ഞാൽ ശ്രീ, മേനി എന്ന് പറഞ്ഞാൽ ശരീരം. ശ്രീ ശരീരം, അതായത് വളരെ വിശേഷപ്പെട്ട മഹാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് തിരുമേനി എങ്ങോട്ടാ പോണത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. നല്ലത് ഈ നമ്മളിനി വായിക്കാൻ പോകുന്നതിൽ തന്നെ ആ വാക്ക് വരും, തിരുമേനി എന്നുള്ള വാക്ക് 2-3 പദ്യത്തിൻ്റെ ഉള്ളിൽ വരും. അപ്പോ ഇദ്ദേഹം അരചനാണ്. ആര്? എൻ്റെ ഗുരുനാഥനായ തിരുஞான സംബന്ധമൂർത്തി സ്വാമികൾ. രാജാവാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെയാ. ഇതാർക്ക് പറയാൻ പറ്റും? ഈശ്വരനല്ലേ പറയാൻ പറ്റൂ? ഏതെങ്കിലും വ്യക്തിക്ക് പറയാൻ പറ്റുമോ? ഈശ്വര സ്വരൂപിയായി തീർന്നവനാണ്, സാക്ഷാത് ജഗതീശ്വരനാണ്, തൻ്റെ ഈശ്വരത്വം സാക്ഷാത്കരിച്ചയാളാണ്. അതുകൊണ്ട് അദ്ദേഹം അരജനാണ്. പക്ഷെ പുറമെ തൻ്റെതായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് സന്യാസിയുമാണ്. തുറവി, അരശ്, സുഖി. സുഖി എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുന്നവൻ, സുഖി. ദുഃഖി, ദുഃഖം അനുഭവിക്കുന്നവൻ ദുഃഖി. ധനമുള്ളവൻ ധനി. യശസ്സുള്ളവൻ യശസ്വി. ഇപ്പൊ ഇദ്ദേഹം സുഖിയാണ്, അനന്തമായ സുഖം അനുഭവിക്കുന്നവനാണ്. എൻ്റെ ആചാര്യനെ പോലെ ഇത്രയും ആനന്ദിക്കുന്നവർ ഈ പ്രപഞ്ചത്തിലില്ല എന്ന്. സുഖിയാണ് അദ്ദേഹം. അല്ല, ഈ ലൗകികന്മാര് കുടുംബത്തോടു കൂടെയൊക്കെ കുട്ടികളും ധനവും കാറും ബംഗ്ലാവുമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആനന്ദത്തിന്റെ 7 അയലത്ത് വരില്ല. അത് ആത്മാനന്ദത്തിന്റെ സമീപത്ത് പോലും വരാൻ പറ്റില്ല. അതിൻ്റെ കോടാനുകോടിയിൽ 1 പങ്ക് പോലും വരില്ല. വളരെ നിസ്സാരം. നമ്മുടെ ലൗകിക സുഖം തുള്ളിയാണെങ്കിൽ ഈ ആനന്ദം കടലാണ്. കടലും തുള്ളിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറ്റൂ? തുള്ളി എവിടെ കിടക്കുന്നു, കടൽ എവിടെ കിടക്കുന്നു?
അപ്പൊ എൻ്റെ ആചാര്യനാണ് ശരിക്കും സുഖി. സുഖി യോഗി. അദ്ദേഹത്തെക്കാളും വലിയ ഒരു യോഗിയുണ്ടോ? എന്താണ് യോഗം? ഈശ്വരനുമായി മനസ്സ് സദാ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. യൂണിയൻ, ചേർച്ച എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യോഗം, ആ ചേർച്ച വിട്ടുപോകാതെ ഉള്ളിൽ നിലനിർത്തുന്നവനാണ് ശരിയായ യോഗി. എൻ്റെ ആചാര്യൻ താൻ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോരുന്നില്ല. എല്ലാം ഈശ്വരമയം എന്നുള്ള ഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സദാ നിലനിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം യോഗിയാണ്. എന്നാൽ അതേസമയം ഭോഗി. ഭോഗി എന്ന് പറഞ്ഞാൽ ഭോഗങ്ങൾ അനുഭവിക്കുന്നവൻ, വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നവൻ, ശരിക്കും സുഖം അനുഭവിക്കുന്നവൻ, അത്രേ അർത്ഥമുള്ളൂ ഭോഗി എന്നുള്ള വാക്കിന്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭോഗം? ഈശ്വര ഭോഗം. വിഷയസുഖങ്ങളല്ല അദ്ദേഹം അനുഭവിക്കുന്നത്. ഈ വിഷയസുഖങ്ങളെക്കാളും ഒക്കെ വലിയ ഭോഗമാണ് ഈശ്വര ഭോഗം. ആ ഈശ്വര ഭോഗത്തിൽ സദാ ആനന്ദിച്ചു കഴിയുന്നവനാണ്. ഒരേ സമയത്ത് യോഗി എന്ന് പറഞ്ഞു, ഭോഗി എന്ന് പറഞ്ഞു, രാജാവ് എന്ന് പറഞ്ഞു, സന്യാസി എന്ന് പറഞ്ഞു. പരസ്പര വിരുദ്ധങ്ങളായിട്ടാണ് ഈ വാക്കുകൾ പ്രയോഗിക്കുന്നത്. തീർന്നില്ല. അറവൻ. തമിഴില് അറം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണ് അർത്ഥം. അറവൻ എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ, ധർമ്മം ആചരിക്കുന്നവൻ. അതാണ് അറവൻ. എൻ്റെ ആചാര്യനെ പോലെ ഇത്രയും ധർമ്മിഷ്ഠനായ വേറൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ്. മറവൻ എനലാം. അവസാനത്തെ വിശേഷണം എന്താ? മറവൻ. തമിഴ്നാട്ടിൽ മറവൻ എന്നൊരു ജാതിയും മറവന്മാര് എന്ന് പറയും. ഇവിടെ ആ അർത്ഥമല്ല. മറവൻ എന്ന് പറഞ്ഞാൽ യമധർമ്മൻ എന്നാണ് അർത്ഥം. എൻ്റെ ആചാര്യൻ യമധർമ്മനാണ്. യമധർമ്മൻ എന്താ ചെയ്യുന്നത്? ജീവികളുടെ ജീവൻ അപഹരിക്കും. എല്ലാവരുടെയും ജീവൻ കൊണ്ടുപോകാൻ എത്തുന്ന ആളല്ലേ ഈ യമധർമ്മൻ. അപ്പൊ ആചാര്യനെ യമധർമ്മൻ എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ജീവൻ എടുക്കുന്നയാളല്ല, ജീവന്മാരുടെ ഉള്ളിലെ ജീവബോധത്തെ എടുക്കുന്നയാളാണ്. അഹങ്കാരത്തെ നശിപ്പിച്ചു കളയുന്നവനാണ്, അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവൻ. ആ അഹങ്കാരത്തെ ഉള്ളിൽ നിന്ന് വേരോടുകൂടെ പറിച്ചു കളയുന്നത് കൊണ്ട് പ്രാണനെ യമൻ അപഹരിക്കുന്നത് പോലെ അഹങ്കാരത്തെ ഇദ്ദേഹം അപഹരിക്കുന്നത് കൊണ്ട് ഒരർത്ഥത്തിൽ ഒരു യമധർമ്മനാണ് എൻ്റെ ആചാര്യനും എന്നാണ് പറയുന്നത്. മറലി എന്ന് പറഞ്ഞാൽ യമൻ. ശിഷ്യന്റെ ഉള്ളിലെ അഹന്തയെ അല്ലെങ്കിൽ കർമ്മഫലങ്ങളെയൊക്കെ കൊല്ലുന്നവൻ, അപഹരിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ. ആ അർത്ഥത്തിൽ അദ്ദേഹം യമധർമ്മനാണ് എനലാം എന്നും പറയാം. ഏത് പേര് പറഞ്ഞാലും അദ്ദേഹത്തിന് യോജിക്കും. എല്ലാം പറഞ്ഞാൽ എല്ലാമോ യോജിക്കും. ഓരോന്നായെടുത്താൽ അത് യോജിക്കും. അതാണ് തുറവി, അരശി, സുഖി, യോഗി, ഭോഗി, അറവൻ, മറവൻ എനലാം. മലയാളത്തിൽ എന്താ പറയുന്നത് നോക്കാം. ജ്ഞാനത്തിന് സന്മാർഗവും യോഗത്തിന് ജഗന്മാർഗവും എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. ജഗന്മാർഗം എന്ന് പറഞ്ഞൊരു മാർഗം ശൈവ സിദ്ധാന്തത്തിലില്ല. സഖാമാർഗം അല്ലെങ്കിൽ സഹമാർഗം. ഈ തമിഴില് ചാന്നേ എഴുതത്തുള്ളൂ. ചഖമാർഗം. അപ്പൊ അത് സഖാമാർഗം എന്ന് വ്യാഖ്യാനിക്കുന്നത് അതായിരിക്കും. അങ്ങനെ അർത്ഥം സ്വീകരിക്കുന്നതാണ് യുക്തം. ജഗന്മാർഗം എന്നൊരു മാർഗം ഇല്ല. സഖാമാർഗം അല്ലെങ്കിൽ സഖ്യം. ഭഗവാനെ ഒരു തോഴനായി, കൂട്ടുകാരനായി കാണുക. ജ്ഞാനത്തിന് സന്മാർഗവും യോഗത്തിന് സഖാമാർഗവും ക്രിയയ്ക്ക് സത്പുത്രമാർഗവും നാലാമത്തേതായ ചര്യയ്ക്ക് ദാസമാർഗവും ആലംബമാക്കിക്കൊള്ളുവാൻ എൻ്റെ ഗുരുനാഥൻ കൽപ്പിച്ചു. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ശ്രീ ജ്ഞാനസംബന്ധ സദ്ഗുരുസ്വാമികൾക്കും തുറവ എന്നോ അരജനെന്നോ സുഖിയെന്നോ അറവനെന്നോ മറവനെന്നോ ഏത് പേരിട്ടാലും അദ്ദേഹത്തിന് അത് ഉചിതമായിരിക്കേ ഉള്ളൂ. കാരണം ശിഷ്യന്റെ ജീവബോധം മിഴുങ്ങുകയാൽ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുകയാൽ ശിഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഈ ആചാര്യനടുത്ത് ഭക്ഷിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അപഹരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഭോഗിയായി. ഭക്ഷിക്കുന്നവനെയാണല്ലോ ഭോഗി. ഈ ആചാര്യൻ എന്താ ഭക്ഷിക്കുന്നത്?
തൻ്റെ സമീപത്ത് അണയുന്ന ജീവന്മാരുടെ അഹങ്കാരത്തെ എടുത്ത് വിഴുങ്ങിക്കളയും. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്നും അഗ്നിശൈലമേ എന്നൊരു ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ടല്ലോ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ, അങ്ങനെ ഒരു വരി വരുന്നുണ്ടല്ലോ. ഇന്ദ്രിയങ്ങളോടൊപ്പം നീ എൻ്റെ അഹങ്കാരത്തെ ഭക്ഷിച്ചു. അരുണാചല സ്വാമികള് അവിടുത്തെ ശിവനെ സ്തുതിച്ചു പാടുകയാണ്. അപ്പൊ അദ്ദേഹം ജീവബോധത്തെ വിഴുങ്ങുകയാൽ ഭോഗിയായി, കർമ്മങ്ങൾ അകറ്റി ഇച്ഛാരഹിതനായിരിക്കയാൽ അറവനായി. അറവൻ എന്ന് പറഞ്ഞാൽ അതല്ല ശരിക്കും തുറവി എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യാഖ്യാതാവ്. അറവൻ എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ, അങ്ങേയറ്റത്തെ ധർമാചരണത്തിൽ മുഴുകിയിരിക്കുന്നവൻ എന്നാണ്. ദാസന്മാരുടെ മലത്രയ ഹരണത്താൽ മറവനാമാർഹനായി. മറവൻ എന്നുള്ള പേര് യമൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ 3 മലങ്ങളുണ്ടല്ലോ, മലത്രയം. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കർമ്മം, മായ. ഇങ്ങനെ 3 മലങ്ങളാണ് ശൈവ സിദ്ധാന്തത്തിലുള്ളത്. ആ 3 മലങ്ങളെയും ഇദ്ദേഹം അപഹരിക്കുന്നത് കൊണ്ട് യമധർമ്മനോട് ഉപമിക്കാം എന്നാണ്. മറവനാമാർഹനായി എന്ന് പറഞ്ഞാൽ മറവൻ എന്നുള്ള നാമത്തിന് അർഹനായി, ആ പേരിന് അദ്ദേഹത്തിന് യോഗ്യതയുണ്ടായി. മറ്റു നാമങ്ങളും ഈ വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളെ എല്ലാ നാമങ്ങളുടെയും ഉപരിപ്ലവമായ ഒരർത്ഥം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നോക്കാനൊന്നുമില്ല. ഇനി 58-ാമത്തെ പദ്യം വായിക്കാം. താനല്ലർ തന്നതല്ലർ തത്വജാലത്തലൈവർ. തത്വശാല അല്ലെങ്കിൽ ചാല എന്നായിരിക്കും മലയാളം പുസ്തകത്തിൽ കിടക്കുന്നത്. അത് തമിഴിലുള്ളതിനെ അതുപോലെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വായിക്കുമ്പോൾ തത്വശാലത്തലൈവർ, ശാല കിടക്കുന്നത്, അല്ലെങ്കിൽ ചായോ ഷാ. നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തത്വജാലത്തലൈവർ, ഇന്ദ്രജാലം എന്നൊക്കെ. ജാലം എന്ന് പറഞ്ഞാൽ വല, നെറ്റ് എന്നാണ് അർത്ഥം. ജാലം. താനല്ലർ തന്നതല്ലർ തത്വജാലത്തലൈവർ മേനി സദാനന്ദം വിളയുമിടം யானைக்கை போலே இவருடம்பிர் போகமெல்லாம் பூசை இதனாலே ஜகம் பிழைக்கும் எண். താനല്ലർ, ഞാൻ എന്നുള്ള ഭാവം ഇല്ലാത്തവർ. താൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ. മലയാളത്തിൽ നമ്മൾ ഞാൻ എന്നുള്ളതിന് താൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. നീ എന്നുള്ളതിനും താൻ എന്ന് പറയും. താൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ പോകുന്നു എന്നാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന് പറഞ്ഞാൽ അവനവൻ, സെൽഫ്. ആരാണോ ആ കർമ്മം ചെയ്യുന്നത് അതിന്റെ ഫലം അയാൾ അനുഭവിക്കേണ്ടി വരും, അയാൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ്. അപ്പൊ താനല്ലെന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉള്ളിൽ ലവലേശം ഇല്ലാത്തവർ, ഞാൻ എന്നുള്ള ഭാവം ഉള്ളിലില്ല. തന്നതല്ലർ, തന്നത് എന്ന് പറഞ്ഞാൽ തൻ്റേത്, മമത എന്നർത്ഥം. മമതയും ഇല്ല അവരുടെ ഉള്ളിൽ. അഹം മമ, ഇതാണല്ലോ 2 ഹൃദയ ഗ്രന്ഥികൾ. ഈ 2 ഗ്രന്ഥിയും ഇല്ലാത്തവർ. ഇത് രണ്ടുമാണ് മനുഷ്യനെ പ്രപഞ്ച ജീവിതത്തിൽ തളച്ചിടുന്നത്. ഞാനും എൻ്റെയും. ഞാൻ ഒന്ന്, എൻ്റേതുകൾ പലത്. ഇത് രണ്ടുമാണ് ജീവഭാവത്തെ നിലനിർത്തുന്നത്. ജനന മരണ ചക്രത്തിൽ തളച്ചിടുന്നത് ഈ 2 ഭാവമാണ്. ഈ 2 ഭാവവും ജ്ഞാനിയുടെ ഉള്ളിലില്ല. ഇവിടെ അദ്ദേഹം തൻ്റെ ഗുരുനാഥനെ തന്നെയാണ് പറയുന്നത്. താനല്ലർ തന്നതല്ലർ തത്വജാലത്തലൈവർ. തത്വജാല വിദ്യകളിൽ തലവൻ. തത്വജാല വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനെയും ഓരോ തത്വം എന്നാണല്ലോ പറയുന്നത്. പൃഥ്വി തത്വം, വായുതത്വം, അഗ്നിതത്വം, ആകാശതത്വം, പഞ്ചഭൂതങ്ങളെ ഓരോ തത്വമാണ്. മനസ്തത്വം, ബുദ്ധിതത്വം, അഹങ്കാരതത്വം, അവ്യക്തം, അതിനെയും മഹത്വം എന്നൊക്കെ പറഞ്ഞ് മഹത്തത്വം. ഇങ്ങനെ എല്ലാറ്റിനും എല്ലാം ഈ ഈശ്വരനിൽ നിന്നുണ്ടായതുകൊണ്ട് എല്ലാം അതിൻ്റെ പ്രകടനങ്ങളാണ്. തത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിൻ്റെ ഭാവം. തത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അതിൻ്റെ ഭാവം, അതാണ് തത്വം.
അപ്പോൾ എന്തും തത്വമാണ്. ശരീരത്തെയും നമുക്കൊരു തത്വമായിട്ട് പറയാം. രക്തം, മജ്ജ, മാംസം എല്ലാം തത്വമാണ്. നമ്മൾ സപ്തധാതുക്കൾ എന്ന് പറയാറുണ്ടല്ലോ ശരീരത്തിൽ. രക്തം, മജ്ജ, മാംസം, വസ, ഇതെല്ലാം തന്നെ തത്വമാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ ഒരേ മൂലകാരണത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാം തത്വങ്ങളാണ്. സ്ഥൂലമായി വരുംതോറും അത് കൂടുതൽ കൂടുതൽ മലിനമായി തീരും. സൂക്ഷ്മമാകും തോറും പവിത്രമായും മാറും. അപ്പോൾ ഈ സ്ഥൂലതത്വങ്ങളിൽ നിന്ന് സൂക്ഷ്മതത്വങ്ങളിൽ ചെന്നെത്തണം എന്നുള്ളതാണ് ഉദ്ദേശ്യം. തത്വജാലത്തലൈവർ, തത്വങ്ങൾ ജഗത്താകുന്ന ഇന്ദ്രജാലത്തെ രചിക്കുന്നു. ആ തത്വങ്ങളുടെ ഇന്ദ്രജാലം മനസ്സിലാക്കിയവർ ആരാ? ജ്ഞാനികൾ. നമ്മളിവിടെ ജീവിക്കുന്നു, മഴ പെയ്യുന്നു, വെയിലടിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, എന്തൊക്കെയോ ഇങ്ങനെ. ഇതെന്താണപ്പാ ഈ സാധനം? ഈ സൂര്യൻ എന്തിനാണ് ഉദിക്കുന്നത്? നമ്മളൊക്കെ എണീക്കാൻ വേണ്ടി. ചിലർ അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞോളെ. സൂര്യൻ ഉദിച്ചാലല്ലേ അടുത്ത ദിവസമാവും, അടുത്ത ദിവസം രാവിലെ ആയല്ലേ കാപ്പി കുടിക്കാൻ പറ്റൂ. അതിനുവേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നത്. പ്രകൃതിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആ സംഭവത്തെ തുടർന്ന് മനുഷ്യൻ പലതും ചെയ്യുന്നു. കർഷകൻ പാടത്തിലേക്ക് പോകുന്നു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ കാര്യാലയത്തിലേക്ക് പോകുന്നു, അധ്യാപകൻ സ്കൂളിലോ കോളേജിലോ പോകുന്നു. ഇതിനൊക്കെ കാരണം സൂര്യൻ ഉദിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? സൂര്യൻ വാസ്തവത്തിൽ സൂര്യൻ ഉദിക്കുന്നേ ഇല്ല, ഭൂമിയാണ് ഇങ്ങനെ കറങ്ങുന്നത്. സൂര്യനെ അഭിമുഖമായി വരുമ്പോൾ ആ ഭാഗത്ത് പകൽ, എതിർവശത്ത് വരുമ്പോൾ ആ ഭാഗത്ത് രാത്രി. അപ്പോൾ ഈ രാവും പകലും മാറി മാറി വരുന്ന അത് തന്നെ കള്ളമാണ്. രാവും പകലും കള്ളമാണെങ്കിൽ ദിവസം കള്ളമല്ലേ? ദിവസം കള്ളമാണെങ്കിൽ ആഴ്ച കള്ളമല്ലേ? മാസം കള്ളമല്ലേ? ഋതുക്കൾ കള്ളമല്ലേ? വർഷം കള്ളമല്ലേ? ദശാബ്ദം, ശതാബ്ദം, സഹസ്രാബ്ദം കള്ളമല്ലേ? ഈ കള്ളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊന്നുമില്ല. ഈ സമയം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭ്രമം. സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിനെ അളക്കാനാണ് നമ്മൾ ക്ലോക്കുകളും വാച്ചുകളും നിർമ്മിക്കുന്നത്. അറ്റോമിക് ക്ലോക്കും എല്ലാം, എന്ത് ക്ലോക്കായാലും. അപ്പോ എന്തോ ഒന്നുണ്ട്, അതിന് നമ്മൾ വാച്ചിൻ്റെ ഒരു ഡയലോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാച്ചാണെങ്കിൽ ആ അക്കങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമല്ലോ, അതിനുള്ള സംവിധാനം ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് സമയം പോകുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സമയത്ത്? ഒരാൾ നടന്നു പോകുന്നത് പോലെയാണോ ഈ സമയം പോകുന്നത്? മനസ്സ് രചിക്കുന്ന ഒരു ഭ്രമം അല്ലാതെ വേറെ ഒന്നുമല്ല. ദേശവും അതുപോലെ തന്നെ ഭ്രമമാണ്. ദേശത്തെ അംഗീകരിക്കാതെ കാലത്തിൻ്റെ അനുഭവം ഉണ്ടാവില്ല, കാലത്തെ അംഗീകരിക്കാതെ ദേശത്തിൻ്റെ അനുഭവം ഉണ്ടാവില്ല. ഇതിലേതാ സത്യം? രണ്ട് സത്യമല്ല, രണ്ടും കള്ളം. അതാണ് സാപേക്ഷം റിലേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവ രണ്ടും രണ്ടായി നിൽക്കാൻ കാരണം സാപേക്ഷമല്ലാത്ത നിരപേക്ഷമായ ഒരു സത്യം ഇതിൻ്റെ ആധാരമായിട്ടുണ്ട്. അതാണ് ബ്രഹ്മം. അതുള്ളത് കൊണ്ടാണ് ദേശവും കാലവും രണ്ടായി മാറി നിൽക്കുന്നത്. രണ്ടിനെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ആത്മതലത്തിലേക്ക് പ്രവേശിച്ചാൽ ദേശവും ഇല്ല, കാലവുമില്ല. ദേശവും കാലവും ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള പ്രപഞ്ചം, ജീവിതം അതെങ്ങനെ ഉണ്ടാവും? ഒന്നുമില്ല. തത്വജാല തലൈവർ മേനി, തത്വസമൂഹത്തിൻ്റെ തലവൻ ഈശ്വരൻ എന്നർത്ഥം. ഈ തത്വങ്ങൾ ഒരുതരം ഇന്ദ്രജാല പ്രകടനമാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പലതും ഉണ്ടാകുന്നതായി തോന്നുന്നു, ഉണ്ടായത് വളരുന്നതായി തോന്നുന്നു, ക്ഷയിക്കുന്നതായി തോന്നുന്നു, അല്ലെങ്കിൽ ജീർണിക്കുന്നതായി തോന്നുന്നു, അവസാനം നശിക്കുന്നു, മൺമറഞ്ഞു പോകുന്നു. ജനിക്കുമ്പോൾ സന്തോഷം, വളരുമ്പോൾ അതിനേക്കാളും സന്തോഷം, ക്ഷയിക്കുമ്പോൾ ദുഃഖം, മരിക്കുമ്പം പൊട്ടിക്കരച്ചിലായി. തത്വജാലങ്ങളുടെ ഈ ഇന്ദ്രജാല പ്രകടനത്തിൻ്റെയൊക്കെ തലവനാണ് ആര്? ആചാര്യൻ എന്ന് പറഞ്ഞാൽ താൻ ബ്രഹ്മമാണെന്ന് സാക്ഷാത്കരിച്ചവൻ, ആ പരമാത്മാവ് എന്നർത്ഥം. തത്വജാല തലൈവർ മേനി സദാനന്ദം വിളയുമിടം, എപ്പോഴും ആനന്ദം വിളയുന്ന സ്ഥലം അല്ലെങ്കിൽ വയലാണ്. ഏത്? ജ്ഞാനിയുടെ അന്തരംഗം, മനസ്സ്. അവിടെ എന്നും വിളവെടുപ്പാണ്. എന്നും വിളവെടുപ്പാണ്. എന്ത് വിളയാ അവിടെ കൊയ്യുന്നത്? ആനന്ദം. വിത്തിട്ടിട്ടുണ്ടോ? ഇല്ല.
വളം, ജലസേചനം, നത്തിങ്, ഒന്നുമില്ല. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ആദായം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ആനന്ദം പരമാനന്ദമായിട്ട് ഉള്ളിൽ തെളിയുന്നത്. ആനന്ദത്തെ വിതച്ചല്ല ആനന്ദത്തെ കൊയ്യുക. ആനന്ദം തന്നെ വിളവായി പൊന്തുകയാണ് ചെയ്യുന്നത്. അതിനെ വിതയ്ക്കാൻ പറ്റില്ല. കർമ്മങ്ങളെയാണ് നമ്മൾ വിതയ്ക്കുന്നത്. കർമ്മത്തിന്റെ വിത്തുകളാണ് നമ്മൾ വിതയ്ക്കുന്നത്. ആനന്ദത്തിന് വിതയ്ക്കേണ്ട കാര്യമില്ല. അത് ഉള്ളതാണ്. അത് തനിയെ ഭൂമിയിൽ നിന്ന് വിളവായിട്ട് മുകളിലേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്, സദാനന്ദം വിളയുമിടം. എപ്പോഴും ആനന്ദം വിളയുന്ന സ്ഥലമാണ് ജ്ഞാനി മനസ്സ്. യാനൈക്കൈ പോലെ, യാനൈക്കൈ എന്ന് പറഞ്ഞാൽ ആനയുടെ കൈ എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ എന്നർത്ഥം. തുമ്പിക്കൈ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആനയുടെ തുമ്പിക്കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ്. എന്താണത്? ഓരോ വസ്തുവിനെ തൊടുന്നത് ആന തുമ്പിക്കൈ കൊണ്ടാണ്. ആ തുമ്പിക്കൈയുടെ അറ്റം ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് അത് ഓരോന്നിനെ തൊടുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്പർശനേന്ദ്രിയം എന്ന് നമുക്ക് തോന്നും പുറമേ കണ്ടാൽ. സ്പർശിച്ചറിയാനുള്ളത് അല്ലെങ്കിൽ എടുക്കാനുള്ള കൈ പോലെയുള്ള ഒരു അവയവം എന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ അതിനേക്കാളും സൂക്ഷ്മമായ, ഈ സ്പർശനേന്ദ്രിയത്തെക്കാളും സൂക്ഷ്മമാണ് ഘ്രാണേന്ദ്രിയം. ഘ്രാണേന്ദ്രിയമായിട്ടും അത് പ്രവർത്തിക്കുന്നു. തുമ്പിക്കൈ എന്ന് പറയുന്നത് ആനയുടെ മൂക്കാണ്. അല്പം നീണ്ടുപോയി എന്നേ ഉള്ളൂ. ആനയുടെ മൂക്കാണ് ശരിക്കും തുമ്പിക്കൈ. അത് സ്പർശനേന്ദ്രിയമാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അതിനേക്കാളും സൂക്ഷ്മമായ ഒരു കർമ്മം അത് ചെയ്യുന്നുണ്ട്. എന്താണ്? ഘ്രാണേന്ദ്രിയത്തിന്റെ കർമ്മം, നമ്മുടെ മൂക്കിന്റെ കർമ്മം, ഗന്ധമറിയുക എന്നുള്ള കർമ്മം. എന്തുകൊണ്ടാണ് ഈ സ്പർശനേന്ദ്രിയത്തെക്കാളും സൂക്ഷ്മമാണ് ഈ ഘ്രാണേന്ദ്രിയം എന്ന് പറയുന്നത്? സ്പർശനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ത്വക്ക് കൊണ്ട് ഏതിനെയെങ്കിലും ഒന്നിനെ തൊട്ടിട്ട് മനസ്സിലാക്കുന്നതാണ്. തൊട്ടറിയുക, ചൂടുള്ളതാണോ തണുപ്പുള്ളതാണോ, തൊട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ സ്പർശനം, നമ്മുടെ ആ ഇന്ദ്രിയത്തിനും നമ്മൾ ഏതിനെയാണോ തൊടുന്നത് ആ വസ്തുവിനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം, ഒരു കോണ്ടാക്ട്. അവ തമ്മിൽ ചേരണം, എന്നാലേ അറിയാൻ പറ്റും. ഈ നല്ല തിളച്ച വെള്ളമാണെങ്കിൽ അല്പം മുകളിൽ പിടിച്ചാൽ ആ ആവി വന്ന് കയ്യിൽ തട്ടുമ്പോൾ ചൂടുണ്ടെന്ന് അറിയാൻ പറ്റും. എന്നാലേ അത് വന്ന് തട്ടണമല്ലോ. പക്ഷെ ഈ ഘ്രാണേന്ദ്രിയത്തെ നോക്കൂ, എങ്ങു നിന്നോ വരുന്ന സൂക്ഷ്മമായ സുഗന്ധമോ ദുർഗന്ധമോ കാറ്റിലൂടെയാണ് ഒഴുകി വരുന്നത്. മൂക്ക് പിടിച്ചെടുക്കുന്നില്ല. എവിടെ നിന്നോ വരുന്നതാണ്. ഒരു പൂവിൻ്റെ സുഗന്ധമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓടയിൽ നിന്നോ ഡ്രെയിനേജിൽ നിന്നോ ഉള്ള ദുർഗന്ധവുമാവാം. ഇതെങ്ങനെയാ പിടിച്ചെടുക്കുന്നത്? നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ആ സുഗന്ധത്തിനോ ദുർഗന്ധത്തിനോ നിദാനമായ വസ്തു ഒരുപാട് അകലെയായിരിക്കും. കാറ്റിലൂടെ വരുന്ന ഗന്ധത്തെയാണ് മൂക്ക് പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഘ്രാണേന്ദ്രിയത്തെ സ്പർശനേന്ദ്രിയത്തെക്കാൾ സൂക്ഷ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആനയുടെ തുമ്പിക്കൈക്ക് ഇങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളുണ്ട്, രണ്ട് ഇന്ദ്രിയങ്ങളുടെ കർമ്മങ്ങൾ. യാനൈക്കൈ പോലെ ഇവരുടമ്പിൻ ഭോഗമെല്ലാം പൂശൈ ഇതനാലെ ജഗം പിഴയ്ക്കും എൺ. ഈ ജ്ഞാനികളെ ആദരിക്കുക, ബഹുമാനിക്കുക, പൂജിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണോ ശരിയായ ഈശ്വര പൂജ? നമ്മുടെ ഒപ്പം നമ്മളിൽ ഒരാളായിട്ടാണ് ഈ ജ്ഞാനി കഴിയുന്നത്. നമ്മൾ അമ്പലത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ സ്ഥാപിച്ചിരിക്കുന്ന ബിംബം എപ്പോഴും നമ്മുടെ കൂടെ ഇല്ല. അത് സംസാരിക്കുകയുമില്ല, നമ്മ നോക്കുകയുമില്ല. നമ്മൾ വയ്ക്കുന്ന ആ ദ്രവ്യങ്ങളെ അത് അറിയുക പോലും ചെയ്യുന്നില്ല. നമ്മുടെ ഒരു സങ്കല്പമാണ് ഭഗവാൻ ഇതിൻ്റെയൊക്കെ സൂക്ഷ്മാംശത്തെ ഗ്രഹിക്കുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ആ ബിംബം അറിയുന്നുണ്ടോ? അതൊരു ജഡമല്ലേ? അതേ ബിംബം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കവേ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങിയാൽ നമ്മൾ പറയും ബാധയാണെന്ന് പറയും. ബാധ. കാരണം എന്താ?
ഭഗവാന്റെ വിഗ്രഹം ജഡമായിട്ടേ ഇരിക്കാവൂ. അത് ചലിക്കരുത്, അത് ചലിക്കരുത്. അത് നമ്മളെ നോക്കി ചിരിക്കരുത്. ചിരിച്ചാൽ പ്രശ്നമുണ്ടെന്നർത്ഥം. വേറെ പരിഹാരം ചെയ്യണം. അത് ഭഗവാനല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. അഭിഷേകം ചെയ്തോളൂ, പൂജാപുഷ്പങ്ങൾ സമർപ്പിച്ചോളൂ, ദീപാരാധന കാണിച്ചോളൂ, നിവേദിച്ചോളൂ, ഒന്നുമില്ല. ആവശ്യം കഴിഞ്ഞാൽ പുറത്തെറിഞ്ഞോളൂ, ഒരു റിയാക്ഷനും ഇല്ല. അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ജഡവസ്തുക്കളെ ബിംബങ്ങളായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചത്. അച്ഛനെയും അമ്മയെ വെച്ച് പൂജിക്കൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? വാസ്തവത്തില് മാതാപിതാ ഗുരു ദൈവം 4ാം സ്ഥാനമാണല്ലോ ദൈവത്തിന്. ദിവസവും അച്ഛനെയും അമ്മയെയും പൂജാമുറിയിലിരുത്തി അവരുടെ പാദം കഴുകി അവർക്ക് അഭിഷേകം ചെയ്യേണ്ട, ചിലപ്പോൾ ജലദോഷം വരും, കുളിച്ചിട്ടാണല്ലോ വരുന്നത്. അഭിഷേകത്തിനൊന്നും പോണ്ട. അവർക്ക് വേണ്ട ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഈ അച്ഛനും അമ്മയും നമ്മെ പോലെ മനുഷ്യരാണ്. നമ്മുടെ ജനനത്തിന് കാരണമായി എന്നുള്ളതുണ്ട്. അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതാണ്. അപ്പൊ സ്വഭാവം മാറുന്ന ഒന്നിനെ ആരാധിക്കാൻ കൊള്ളില്ല. അത് നിശ്ചലമായിരിക്കണം, ഒരു തരത്തിലും പ്രതികരണ ശേഷി ഇല്ലാത്തതായിരിക്കണം. അതിനെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ. അത് ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചു, പ്രവർത്തിച്ചു എന്ന് വരികിൽ ആ പൂജയുടെ പ്രയോജനം തന്നെ ഇല്ല. നമ്മൾ ഗണപതിക്ക് മോദകം നിവേദിക്കാറുണ്ടല്ലോ, വിനായക ചതുർത്ഥിയുടെ അന്ന്. ഗണപതിക്ക് മോദകം നിവേദിക്കുമ്പോൾ ആ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നൊരു കൈ വന്ന് ഒരു 2 മോദകം ഇങ്ങോട്ട് എടുത്ത് പോയാൽ അന്നോടുകൂടെ മോദകം നിവേദിക്കുന്നത് നമ്മൾ നിർത്തും. ഒരു സംശയവും വേണ്ട. പിന്നെ ആരും ചെയ്യില്ല. എന്തുകൊണ്ടാ? അദ്ദേഹം സ്വീകരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അത് മുഴുവൻ നമ്മുടെ വയറ്റിൽ പോകാനുള്ളതാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അത് നേദിക്കുന്നത്. വാസ്തവത്തിൽ ഈ നിവേദിക്കുക എന്നുള്ളതിനെ അറിയിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ടു ഇൻഫോം, ബ്രിങ് ടു നോട്ടീസ്, അത്രയേ ഉള്ളൂ. ഭഗവാനെ ഇതൊക്കെ അങ്ങ് തന്നതാണ്. ഈ മോദകം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ മുഴുവൻ ഈ ഭൂമിയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അങ്ങ് തന്നത് ഞാൻ ഭക്ഷിക്കുന്നു, എൻ്റെ മിടുക്കൊന്നുമല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ആഫ്രിക്ക പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററിലോ പ്ലെയിനിലോ ബ്രെഡോ എന്തെങ്കിലും വന്ന് വീഴുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകാശത്ത് നിന്ന് വേഴാമ്പലിനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ 3 നേരത്തെ ഊണ് കൂടാതെയാണ് ഈ മോദകം അടിച്ചു കയറ്റുന്നത്. അപ്പോൾ അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്നൊരു നന്ദി സൂചകമായി നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ നിവേദിക്കുക വഴി നാം ചെയ്യുന്നത്. ആ സമയത്ത് ഭഗവാനോടൊരു സ്നേഹമോ കടപ്പാടോ ഒക്കെയാണ് നമുക്ക് തോന്നേണ്ടത്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അതൊക്കെ ആയിക്കോട്ടെ, അത് തന്ത്രത്തിന്റെ മന്ത്രത്തിന്റെ ഭാഗം, അതൊക്കെ വേണ്ടെന്നല്ല. ആ ഭാവം വരാൻ ഈ കൈ കൊണ്ടുള്ള കർമ്മങ്ങൾ സഹായിക്കണം. ഇവിടെ ഇവരുടമ്പിൻ ഭോഗമെല്ലാം എന്നുള്ളതാണ്. ഇവരുടമ്പിർ ഭോഗമെല്ലാം. ഉടമ്പ് എന്ന് പറഞ്ഞാൽ ശരീരം. ഈ ജ്ഞാനികളുടെ ശരീരം, അവരുടെ സുഖാനുഭവമുണ്ടല്ലോ, ആ ശരീരത്തെ കംഫർട്ടബിളായി, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആഹാരമൊക്കെ കൊടുത്ത്, നല്ല ഒരു വസതിയൊക്കെ, ഒരു വാസസ്ഥാനമൊക്കെ കൊടുത്ത് സൗഖ്യമായിട്ട് നിലനിർത്തിയാൽ അതിൽ പരം വേറൊരു പൂജയില്ല. നിങ്ങൾ ഭഗവാന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. എപ്പോ? ഒരു ജ്ഞാനിയെ ആദരിച്ചാൽ, ഒരു മഹാത്മാവിനെ പൂജിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ കഴുകിയാൽ, ആ തീർത്ഥമെടുത്ത് തലയിൽ പ്രോക്ഷിച്ചാൽ. തിരുമൂലർ എന്നൊരു മഹാത്മാവ് തമിഴ്നാട്ടിലുണ്ട്, തിരുമന്ത്രം എഴുതിയ ആളാണ്. ഒരു ശ്ലോകം എഴുതാൻ 1000 വർഷം അദ്ദേഹം എടുത്തു എന്നാണ്. ഓരോ 1000 കൊല്ലം കൂടുമ്പോൾ ഓരോ ശ്ലോകം എഴുതും. എത്ര ശ്ലോകം എനിക്ക് തിരിയുമോ സാർ? എത്ര ശ്ലോകം? ഒരു 1000 500 3000? 3000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 3000 ഇൻറ്റു 1000 30,000, 3 ലക്ഷം, 30 ലക്ഷം. ഒരു മനുഷ്യന് 30 ലക്ഷം വർഷം ജീവിച്ചിരിക്കാൻ പറ്റുമോ? എന്തിനങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരേ ശരീരത്തിലിരുന്ന് എഴുതിയതാവില്ല, പല എന്നാലും ഒരു ശ്ലോകം എഴുതാൻ 1000 വർഷം എടുത്തുമല്ലോ. എന്തായാലും ഒരു ശരീരത്തിന് 1000 കൊല്ലം
ജീവിക്കാൻ പറ്റില്ല. അതായത് അത്രയേറെ ഗവേഷണത്തിന് ശേഷം, അത്രയേറെ വിചിന്തനത്തിന് ശേഷമാണ് ഓരോ ശ്ലോകങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിരിക്കാം ഇങ്ങനെ പറയുന്നത്. ആ തിരുമന്ത്രത്തിലൊരു ശ്ലോകമുണ്ട്: അകരമായിരം അന്തണർ കീയിൽ എൻ ശിഖരമായിരം ചെയ്ത് മുടിക്കിൽ എൻ പകര് ஞானியின் പകലൂൺ ബലത്തിற்கு നിഖരില്ല என்பது നിശ്ചയം താനേ. എന്താണ് അതിന്റെ അർത്ഥം? അകരമായിരം ചെയ്ത് മുടിക്കിൽ എൻ. എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? എന്ത് ചെയ്തിട്ട് എന്ത് പ്രയോജനം എന്ന്? അഹരം എന്ന് പറഞ്ഞാൽ വീട്, ഭവനം എന്നർത്ഥം. ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ച് ചെയ്ത് അഹരമായിരം അന്തണർ കീലൻ. അന്തണർ എന്ന് പറഞ്ഞ അന്തണൻ ബ്രാഹ്മണർക്കാണല്ലോ സാധാരണ നമ്മൾ ഈ ദാനം ചെയ്യുക. കാരണം ദാനം വാങ്ങിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ. ദാനം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഈ ചാതുർവർണ്ണത്തിൽപ്പെട്ട ആർക്കും ദാനം കൊടുക്കാം. പക്ഷെ വാങ്ങിക്കുന്നത് ബ്രാഹ്മണനാവണം എന്നാണ്. ഇതൊക്കെ ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ അനന്തരഫലമല്ലേ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം തൻ്റേതെന്ന് ഒന്നും സൂക്ഷിക്കാത്തവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. അവന് ബാക്കിയുള്ളവർ കൊടുക്കാതെ പിന്നെ വേറെ ആര് കൊടുക്കും? അപ്പൊ അവന് കൊടുത്താലേ പ്രയോജനമുള്ളൂ, ആ ദാനത്തിന്റെ പുണ്യമുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയേറെ അന്വർത്ഥമാണ്. തൻ്റേതൊന്നുമില്ല. മിക്കവാറും ബ്രാഹ്മണ കുടുംബങ്ങളിലെ അട്ടിക്ക് വകയില്ലാത്തതാണ്, ദാരിദ്ര്യത്തിലാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങോട്ട് ചേക്കേറി പാർത്തവരാണ് ഇവിടെയുള്ള ബ്രാഹ്മണർ, തമിഴ് ബ്രാഹ്മണർ. രാജാവ് അവർക്കൊക്കെ വീട് നിർമ്മിച്ചു കൊടുത്തു. കാരണം വേദങ്ങളെ പഠിക്കുകയും ഒക്കെ ചെയ്യട്ടെ, അവർക്ക് ഈ ഊണിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, പാർപ്പിടത്തിനും ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഊട്ടുപുരകൾ നിർമ്മിച്ചു. ഊണുനൂലല്ല, ഇത് ഊണുനൂല് എന്നാണ് പറയുന്നത്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ചോറ് കിട്ടും ഊട്ടുപുരയിൽ. ഊണുനൂലല്ല, ഊണുനൂലാണ്. അപ്പോ വളരെ സൗകര്യമായി, അതായത് ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? വസ്ത്രം, ആഹാരം, പാർപ്പിടം. അതിൻ്റെ ഓർഡർ തെറ്റിപ്പോയി. ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതാണ് ശരിക്കുള്ള ക്രമം. നമുക്ക് വിശന്നിരിക്കാൻ പറ്റില്ല, ശരീരം തളരും, കുറെ കാലം ആഹാരം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ആഹാരത്തിന് പഞ്ഞം ഉണ്ടാവരുത്, മുട്ടുണ്ടാവരുത്. വസ്ത്രം അതുമൊക്കെ ദാനം കൊടുത്തിരുന്നു, മുണ്ടും ഉത്തരിയവും ഒക്കെ. വീടുകളും നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ ഇവരെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, എന്തുകൊണ്ട്? അവന്റെ ധർമ്മം അവൻ നല്ല പോലെ നിർവഹിക്കട്ടെ, അയാളുടെ കാര്യങ്ങൾ നല്ലതുപോലെ നടത്താൻ, സമൂഹത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. പക്ഷേ കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു? വേദ പഠനവും വേദപാഠനവും, പാഠനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ, പഠനം പഠിക്കൽ, ഇത് പതുക്കെ കുറഞ്ഞു വന്നു. ഊണിന് മാത്രം ആളെത്തി. ഊണിന് ആളെത്തി, എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ആളെത്തി. പിന്നെന്തായി? വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഷീട്ട് കളി. പിന്നെ ഈ ഊട്ടുപുരയിൽ കിട്ടുന്ന ചോറ് ഈ ഉത്തരീയത്തിൽ ഇങ്ങനെ നീട്ടി, ഇതിൽ കൂടെ ഇട്ടേക്ക് ഒരു 24 അരിയുടെ ചോറ് ഉത്തരീയത്തിൽ വാങ്ങിച്ചിട്ട് ഇത് കൊണ്ടുപോയി വിറ്റ് കാശാക്കൽ. ചോറ്റുപര തെരുവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തെരുവുണ്ട്, ചോറുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ പറയണം കേട്ടോ, വേറെ ആരും പറയില്ല. അവസാനം ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അപ്പൂപ്പനും മറ്റുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൂപ്പൻ കള്ളം പറയാറില്ല. കുറച്ച് പൊങ്ങച്ചുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്, പക്ഷെ കള്ളം പറയാം. അവസാനം ഈ ചോറൊക്കെ വിറ്റ് കാശാക്കുക. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് എന്തെങ്കിലും തുച്ഛമായ പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഈ ചോറ് മുഴുവൻ വിൽക്കുക. നിന്നെ ഊട്ടുന്നത് നിന്റെ കാര്യം ചെയ്യാനാണ്. നീ ഇവിടുന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഈ ഊണും വാങ്ങിച്ച് അത് വിറ്റ് കാശാക്കുക, ലാഭം ഉണ്ടാക്കുക. അപ്പൊ രാജാവ് വിചാരിച്ചു ഊട്ടുപുരയൊക്കെ അടച്ചു കൂട്ടാം. മറ്റേത് ഇങ്ങേ അറ്റം മുതൽ കന്യാകുമാരി മുതൽ ആ തിരുവിതാംകൂറിൻ്റെ അങ്ങ് വടക്ക് ഏതാണ്ട് എറണാകുളം വരെയുള്ള സ്ഥലത്ത് എത്ര ഊട്ടുപുരകളുണ്ടെന്ന് അറിയാമോ? അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ അവിടെ ഊണിനുള്ള സൗകര്യം ഉണ്ടാവും. അവസാനം എന്ത് ചെയ്തു?
ഇവരത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് രാജാവിന് മനസ്സിലായി. ഏത് ഭരണാധിപനും തൻ്റെ വിഭവങ്ങളെ ദുരുപയോഗം ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. എന്ത് ചെയ്തു? ഊട്ടുപുരയൊക്കെ അടച്ചു പൂട്ടാൻ പറഞ്ഞു. അപ്പോഴാണെന്ത് ഇവർ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് സെക്രട്ടേറിയറ്റിലും ബാങ്കിലും സർക്കാർ സർവീസുകളിലും ഒക്കെ ഇവർ പ്രവേശിച്ചു. പിന്നെ പണ്ടെന്നല്ല അന്ന് ഇന്നും ബ്രാഹ്മണർ വിശ്വസ്തന്മാരാണ് എന്നൊരു ഇതുണ്ട്. ഈ ചാലക്കടയിലുള്ള പല മുസ്ലിങ്ങൾ നടത്തുന്ന കടയിൽ നോക്കൂ, കണക്കപ്പിള്ളയായിട്ട് പട്ടര് തന്നെ വേണമെന്ന് പറയും. എന്താ? അവൻ വെട്ടിപ്പ് നടത്തില്ല. തട്ടിപ്പ് വെട്ടിപ്പ് ഇതിനാണ്. കണക്ക് കൃത്യമായിരിക്കും. എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കണം, അവനെ സന്തോഷിപ്പിക്കണം. അല്പസന്തോഷിയുമാണ്. അവന് സന്തോഷിക്കാൻ വലുതായിട്ടൊന്നും വേണ്ട. എന്തെങ്കിലും ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ്. അങ്ങനെയാണ് കഴിഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കള്ളത്തരം കാണിക്കില്ല. അവന് പൊതുവെ ഇതിനെ സത്യത്തെയും ധർമ്മത്തെയും ഒക്കെ ഭയപ്പെടുന്ന കൂട്ടരാണ്. ഞാനിത് ചെയ്യാൻ പാടില്ല, ഇപ്പം ഇതിന്ന് കൈയിട്ട് വാരിയാലും ആരും അറിയാൻ പോകുന്നില്ല, എന്നാലും ഞാനിത് ചെയ്യരുത്, അത് പാപമാണ്, അതിൻ്റെ ഫലം ഞാൻ പിന്നീട് അനുഭവിക്കേണ്ടി വരും, ഈ വിചാരമൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവേ ചെയ്യാറില്ല. ഇപ്പോഴത്തെ കാലത്തിലുള്ളവരെ കുറിച്ച് എനിക്കറിയില്ല. ഇപ്പോൾ അത് വലിയ വലിയ തട്ടിപ്പൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ അകരമായിരം അന്തണർ കീലൻ, ആയിരക്കണക്കിന് ഭവനങ്ങൾ നിർമ്മിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് എന്ത് പ്രയോജനം? അത് പോരാന്നാണ്. അതുകൊണ്ട് കാര്യമായ ആ ദാനത്തിന്റെ പ്രയോജനമില്ല. അതുപോലെ ശിഖരമായിരം ചെയ്ത് മുടിക്കിൽ എൻ, ശിഖരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ഗോപുരം, അതിനെയാണ് ശിഖരം എന്ന് പറയുന്നത്. പർവ്വതത്തിന്റെ ശിഖരമുണ്ട്, അതല്ല, ക്ഷേത്രങ്ങളുടെ ആ ഗോപുരം ഉണ്ടല്ലോ, ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ആ ശിഖരം, അതായത് ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ മഹാപുണ്യമാണ്. ഒരു ക്ഷേത്രം നിർമ്മിക്കുക, അതിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയുള്ള പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുണ്യമാണ്. അപ്പൊ ആയിരക്കണക്കിന് ഗോപുരങ്ങൾ നിർമ്മിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? അവിടെയൊക്കെ 12 കൊല്ലത്തിലൊരിക്കൽ കുംഭാഭിഷേകം നടത്തിയിട്ട് എന്ത് പ്രയോജനം എന്നാണ്. അകരമായിരം അന്തണർക്കീലൻ, ഈയുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ബ്രാഹ്മണർക്ക് ആയിരക്കണക്കിന് ഭവനങ്ങൾ ദാനം ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? ആയിരക്കണക്കിന് ഗോപുരങ്ങൾ നിർമ്മിച്ച് ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനം? പകര് ജ്ഞാനിയിൻ പകലൂൺ ബലത്തിർക്ക്. പകര് ജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്നവൻ, അന്യർക്ക് ഈ പരമാത്മതത്വത്തെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി ഒരു ബുദ്ധിയിൽ ഒരു തെളിച്ചം ഉണ്ടാക്കി കൊടുക്കുന്നവൻ. അങ്ങനെയുള്ള ജ്ഞാനിയുടെ പകൽ ഊൺ, നോക്കൂ, ഊണ് എന്നുള്ളത് മലയാളം എന്നാണ് നമ്മൾ പറയുന്നത്, 1-ാം തരം തമിഴാണ്. പകലൂൺ ബലത്തിർക്ക്. സന്യാസിമാര് ഒരു നേരമേ ആഹാരം കഴിക്കാറുള്ളൂ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു നേരം ഭിക്ഷ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇന്നൊരു ഭിക്ഷയുണ്ട്, വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണം, ഇതാണ് പറയുക. പകലൂൺ എന്ന് പറഞ്ഞാൽ അവർ പകല് മാത്രമേ ഒരു നേരം ആഹാരം കഴിക്കും. രാത്രി പാലോ പഴമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഒന്നും തന്നെ ഇല്ലായിരിക്കാം. ഒരു നേരം മാത്രം കഴിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു ജ്ഞാനിയെ വിളിച്ച് പകലിൽ ഒരു ഊണ് കൊടുത്താൽ, രാത്രി അവർ കഴിക്കാറില്ല, അതുകൊണ്ട് കൊടുത്തിട്ട് പ്രയോജനമില്ല. അത് ചെയ്യുന്നത് കൊണ്ട്, ആ പുണ്യപ്രവൃത്തി, ആ അന്നദാനം ഒരു ജ്ഞാനിക്ക് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഫലം, ആ പുണ്യഫലമുണ്ടല്ലോ, ആ പുണ്യഫലത്തിന് പകല് ജ്ഞാനിയൻ പകലൂൺ ബലത്തിർക്ക് നിഖരില്ലേ. ഈ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത്, അതുപോലെ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുക, അതിൻ്റെ ചെലവൊക്കെ വഹിക്കുക, അതിനൊന്നും ഈ ജ്ഞാനിക്ക് ഒരു നേരം ഒരു പകലിൽ ഊണ് കൊടുത്തതിൻ്റെ അത്രയും ഫലമില്ലാന്ന്. ഇത് ഇല്ലാന്നല്ല, നിശ്ചയം താനേ എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പാണ്, നിശ്ചയമാണ് എന്നാണ് പറയുന്നത്. പകല് ജ്ഞാനിയിൻ പകലൂൺ ബലത്തിற்கு നികരില്ല എൻപത് നിശ്ചയം താനേ. നിശ്ചയമാണ്, ഉറപ്പാണ്, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്നാണ്. അപ്പോൾ ഈ ജ്ഞാനി യാനൈ കൈ പോലെ ഇവരുടമ്പിൻ ഭോഗമെല്ലാം, അവരുടെ ശരീരത്തെ സംരക്ഷിക്കുക, ആഹാരം തുടങ്ങിയവ കൊടുക്കുക, പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെറിയ വസ്ത്രം, അങ്ങനെ ഒരു ജ്ഞാനിയെ നല്ലതുപോലെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു
ഈശ്വര പൂജയില്ല എന്നാണ്. ഇവരുടമ്പർ ഭോഗമെല്ലാം പൂജ ഇതിനാലേ ജഗം പിഴയ്ക്കും എൺ. അങ്ങനെ ഒരു ജ്ഞാനിയെ നമ്മൾ സംരക്ഷിച്ചു, അദ്ദേഹത്തിന് വേണ്ടതൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് വരികിൽ ഈ ലോകം രക്ഷപ്പെടുകയോ എന്നാണ്. താനും തൻ്റെ കുടുംബവും മാത്രമല്ല, ഈ ലോകം നന്നാവും, ലോകം രക്ഷപ്പെടും. ആ പുണ്യഫലം അത്രയേറെ ഉണ്ട് എന്നാണ്. എൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കൂ. ഞങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല, ഇത് പരമാർത്ഥമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഇവിടെ ഒരു സന്യാസിയും ഒരു ജ്ഞാനിയും പട്ടിണി കിടക്കരുത്. പട്ടിണി കിടക്കരുതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ അവരെ പട്ടിണിക്കിടില്ല, അതാണ് സത്യം. അപ്പോ അവർക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു സൗഭാഗ്യമായി കരുതി വീട്ടിൽ വിളിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യൂ, ആഹാരം കൊടുക്കൂ, എന്തെങ്കിലും ഒരു വസ്ത്രം കൊടുക്കൂ. സ്ഥിരമായിട്ടൊന്നും നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നില്ലല്ലോ. ഇവരൊക്കെ നാടോടികളാണ്, ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവിനെ കണ്ടുകിട്ടിയാൽ വിളിച്ച് അവരെ ആദരിക്കൂ. പറ്റുന്ന രീതിയിൽ നമ്മുടെ വിഭവങ്ങളെ കൊണ്ട്, നമ്മുടെ സാമ്പത്തിക ശേഷിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ സത്കരിക്കൂ. അത് മഹാപുണ്യത്തിന് കാരണമായിത്തീരും. എൻ്റെ മലയാളം കൂടെ വായിക്കാം. ഈ സന്മാർഗം മുതൽ ദാസമാർഗം വരെ ഉള്ള പദ്ധതികളെ വിവരിക്കാം, കേട്ടുകൊള്ളുക. നമ്മൾ വായിച്ചതാണ്, അതുകൊണ്ട് അല്ല അതുണ്ട്. ഇത് അതിൻ്റെ മുമ്പിലുള്ളതാണ്. അതെ അതെ, അത് 57-ലുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പദ്യം കയറി വന്നതുകൊണ്ട് നമ്മൾ അതിന് മുമ്പിൽ വെച്ച് നിർത്തി. ഇത് ഈ വായിക്കുന്നത് 57-ാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനമാണ്. വായിച്ചു പോകാം. നമ്മൾ കഴിഞ്ഞ പദ്യം വായിച്ചല്ലോ, സന്മാർഗം മുതൽ ദാസമാർഗം വരെ. ഈ സന്മാർഗം മുതൽ ദാസമാർഗം വരെയുള്ള പദ്ധതികളെ വിവരിക്കാം, കേട്ടുകൊള്ളുക. സന്മാർഗം എന്നത് നീയേ ഞാനെന്നും ഞാനേ നീ എന്നുമുള്ള യതിമുഖ്യ ജ്ഞാനമാർഗമാണ്. സന്യാസിമാരാണ് ഈ അദ്വൈത ജ്ഞാനത്തെ ആശ്രയിക്കുന്നത്. 2, തോഴനും തോഴനും എന്ന അഭേദ വാത്സല്യ ഭക്തികൾ തുളുമ്പുന്ന യോഗ വഴിയാണ് ജഗന്മാർഗം. ജഗന്മാർഗമല്ല, അത് സഖാമാർഗം, സഖ്യമാർഗം. 3-മത്തത് പിതാവും പുത്രനും എന്ന ക്രമത്തിലുള്ള ക്രിയാവഴിയാണ് സത്പുത്രമാർഗം. 4-മത്തത് യജമാനനും ദാസനും എന്ന ചര്യാവഴിയത്രേ ദാസമാർഗം. ശിഷ്യനെ വഴിക്ക് വഴി ഉന്നതിയിലേക്ക് കൊണ്ടുപോകുവാൻ സദ്ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന പദ്ധതികളാണ് മേൽ വിവരിച്ച സന്മാർഗം തുടങ്ങി ദാസമാർഗം വരെ ഈ തിരുവെൺപായിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തിരുവെൺപ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളുടെ പാട്ട്, വളരെ ശ്രേഷ്ഠമായ മംഗളകരമായ അർത്ഥം ഉൾക്കൊള്ളുന്ന പാട്ട്, അതാണ് തിരുവെൺപ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് 58-ാമത്തെ പദ്യത്തിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൻ്റെ തനു കരണ ഭുവന ഭോഗങ്ങൾ യാതൊന്നും താനല്ലെന്നും. തനു ശരീരം, കരണം ശരീരത്തിലുള്ള ഉപകരണങ്ങൾ, കയ്യ കാല് തുടങ്ങിയവ, ഭുവനങ്ങൾ ആ ഭുവനങ്ങളിലുള്ള ഭോഗങ്ങൾ, സുഖഭോഗങ്ങൾ. യാതൊന്നും താനല്ലെന്നും, ഇതൊന്നും ഞാനല്ല എന്നും, തൻ്റേതല്ലെന്നും, അവയൊന്നും തൻ്റേതല്ല, തനിക്ക് അനുഭവിക്കാനുള്ളതുമല്ല അവ, അതിനും തനിക്കും യാതൊരു ബന്ധവുമില്ല. അനിത്യം, അസുഖം, അശുദ്ധം, അന്യം ഇവയാണെന്ന അനുഭവത്താൽ. ശരീരം അനിത്യം, കരണങ്ങൾ അസുഖത്തെ ഉണ്ടാക്കും, ഭുവനം അശുദ്ധം, ഭോഗം അന്യം, എന്നിൽ നിന്ന് വേറിട്ടതാണ്. ഞാൻ അനുഭവിക്കേണ്ടത് എൻ്റെ ഉള്ളാനന്ദമാണ് എന്ന് കരുതി ജാലവിദ്യാമേധാവിയെ പോലെ, ജാലവിദ്യാമേധാവി എന്ന് പറഞ്ഞാൽ മജീഷ്യൻ, ഐന്ദ്രജാലികൻ, അദ്ദേഹത്തെ പോലെ അവയോട് കൂടിയും കൂടാതെയും മഹാജ്ഞാനികൾ ദിവസങ്ങൾ നയിച്ചു വരുന്നു. നല്ല സുഖം കിട്ടിയാൽ ചിലപ്പോൾ അവരനുഭവിച്ചു എന്ന് വരും, ചിലപ്പോൾ പറയും വേണ്ട എനിക്കെന്തിനാ. പഴുത്ത സൗകര്യം പോലെ അനുഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഉള്ളിലില്ലാത്തവർ. അവരുടെ തിരുമേനി സർവദാ മഹാനന്ദം വിളയുന്ന പുണ്യധരണിയായി ഭവിച്ചിരിക്കുന്നു. അവരുടെ തിരുശരീരമുണ്ടല്ലോ, അത് ആനന്ദം വിളയുന്ന ഭൂമിയാണ്, പുണ്യധരണി, പുണ്യഭൂമിയാണത്. ഇവർ അനുഭവിക്കുന്ന സകലവിധ ഭോഗങ്ങളും ആനത്തുമ്പിക്കരം പോലെ എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ പോലെ 2 വിധത്തിലും പ്രയോജനപ്പെടുന്നുണ്ട്. അവരുടെ ഭോഗം ശിവത്തിന് ഊണായും. ഒരു ജ്ഞാനി ഭക്ഷണം കഴിക്കുന്നത് ഭഗവാനുള്ള ഊണാണ്, ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് അദ്ദേഹം ഊട്ടുന്നത്. ഞാനെന്നുള്ള ഭാവം ഉള്ളിലില്ല. അപ്പോൾ ആ പ്രാണരൂപിയായിരിക്കുന്ന ഭഗവാനാണ് ആ അന്നം
സമർപ്പിക്കപ്പെടുന്നത് അത് ശിവപൂജയല്ലാതെ, ശിവനുള്ള നൈവേദ്യമല്ലാതെ പിന്നെ വേറെന്താ? അവരുടെ ഭോഗം, അവർ ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും ഒരു നല്ല മെത്തയിൽ കിടന്നു, അല്ലെങ്കിൽ ഒരു കട്ടിലിൽ കിടന്നു, നല്ല ഒരു ഊണ് കഴിച്ചു, ഒരു വസ്ത്രം നമ്മൾ കൊടുത്തത് അവർ ധരിച്ചു, അതൊക്കെ ഭഗവാനുള്ള ഉപചാരങ്ങളാണ്. അവരുടെ ഭോഗം ശിവത്തിന് ഊണായും അഥവാ ശിവപൂജയായും ഭക്തജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്നയാൾക്ക് ഈ ശിവപൂജ നിമിത്തം അനുഗ്രഹമായും ഭവിക്കുന്നു. അതാണ് ആനയുടെ തുമ്പിക്കൈ പോലെ. അത് തുമ്പിക്കൈ സ്പർശനേന്ദ്രിയമായും ഘ്രാണേന്ദ്രിയമായും പ്രവർത്തിക്കുന്നു. ജ്ഞാനിക്ക് കൊടുക്കുന്നത് അദ്ദേഹം അകത്ത് കഴിക്കുമ്പോൾ ശിവനുള്ള ഊണ് എന്നുള്ള ഭാവത്തോടു കൂടിയാണ് കഴിക്കുന്നത്. കൊടുക്കുന്നവന് ശിവപൂജയുടെ ഫലവും ഉണ്ടാകുന്നു. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.